On personal finance, ഒരു മോസ്റ്റ് നെഗ്ലക്റ്റഡ് ഏരിയ പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ സിൻസ് യു ഹാവ് ബീൻ ഡീലിംഗ് വിത്ത് വേരിയസ് ഓൺട്രപ്രണേഴ്സ് ഓൺ വേരിയസ് ഒക്കേഷൻസ്, വാട്ട്സ് യുവർ എക്സ്പീരിയൻസ് ഓർ തോട്ട് പ്രോസസ് ഓൺ ദാറ്റ്? അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാമെന്ന് പോലും അറിഞ്ഞൂടാ. എങ്ങനെയാണത്, അത് സേഫാണോ, അതെങ്ങനെയാണ്, അത് ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ് വാങ്ങിക്കുന്നതെന്ന് ഒന്നും തന്നെ ആർക്കും അറിഞ്ഞൂടാ. 9 out of 10 people doesn't know. ഈ സൈക്കോളജി ഓഫ് മണിയിലെ മോർഗൻ ഹസൽ പറയുന്ന പോലെ യുവർ ഇൻ്റലിജൻസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ ഡിസിപ്ലിൻ, ഹാസ് മോർ ടു ഡു വിത്ത് വെൻ ഇറ്റ് കംസ് ടു യുവർ ഓൺ പേഴ്സണൽ ഫിനാൻസ്. ഓക്കെ, ഈസ് ദർ എനി മണി മിസ്റ്റേക്സ് യു ഡൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് വിച്ച് അതിൽ നിന്നൊരു ലെസൺസ് ഉണ്ടായിട്ട് വിച്ച് യു സ്റ്റിൽ ഫോളോ നൗ? Today we have a special guest with us, someone who has built businesses. Also on the other side, he has been managing money for clients. So we have a perfect guest with us to talk about money management for entrepreneurs. Alex K. Babu, Managing Director of Hedge Equities. Welcome sir to the Wealth Metrics podcast. Thank you Subin for having me. നമ്മളെപ്പോഴും കാണുന്നതാണ് ഓൺട്രപ്രണേഴ്സ് വെൻ ഇറ്റ് കംസ് ടു ദെയർ ബിസിനസ് ഫിനാൻസസ് ദേ ആർ മോർ സീരിയസ് ഓൺ ദിസ്. ദേ വിൽ ബി കൺസൾട്ടിങ് പ്രൊജക്ട് ഫിനാൻസസ് ആൻഡ് ടു take lot of time to take decisions and all those things. But I often feel that when it comes to their own personal finance, ഒരു മോസ്റ്റ് നെഗ്ലക്റ്റഡ് ഏരിയ പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ സിൻസ് യു ഹാവ് ബീൻ ഡീലിംഗ് വിത്ത് വേരിയസ് ഓൺട്രപ്രണേഴ്സ് ഓൺ വേരിയസ് ഒക്കേഷൻസ്, വാട്ട്സ് യുവർ എക്സ്പീരിയൻസ് ഓർ തോട്ട് പ്രോസസ് ഓൺ ദാറ്റ്? ഐ തിങ്ക് ഞാൻ വേരിയസ് ഓൺട്രപ്രണേഴ്സിനെ പറയുന്നതിനെക്കാട്ടി എൻ്റെ സെൽഫ് എക്സ്പീരിയൻസ് പറയുന്നതായിരിക്കും നല്ലത്. സോ ബേസിക്കലി വെൻ യു ആർ ഓൺട്രപ്രണർ, ഓട്ടോമാറ്റിക്കലി നമ്മളെപ്പോഴും ഈ ബിസിനസ് ബാലൻസ് ഷീറ്റും പേഴ്സണൽ ബാലൻസ് ഷീറ്റും സെപ്പറേറ്റ് ചെയ്യാൻ മറന്നു പോകും. ഓൾവേസ് വി ഫീൽ ദാറ്റ് ബിസിനസ് ബാലൻസ് ഷീറ്റും പേഴ്സണൽ ബാലൻസ് ഷീറ്റും സെയിം ആണെന്ന് വിചാരിക്കും. അപ്പം കുറേ മിത്സിൻ്റെ ഇടയിലാണ് പോകുന്നത്. പക്ഷേ ഒരു പരിധി വരെ അങ്ങനെ ആയിരിക്കും. കാരണം വി വിൽ ബി പുട്ടിങ് ഓൾ ഇൻ ആസ് എൻ ഓൺട്രപ്രണർ, യു വിൽ പുട്ടിങ് ഓൾ ഇൻ. പേഴ്സണൽ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് നോക്കുകയില്ല. പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സോ സേവിങ്സോ ഇൻഷുറൻസോ കാര്യങ്ങളൊന്നും നോക്കില്ല. എല്ലാം വിൽ ഗോ അഹെഡ് വിത്ത് ബിസിനസ് ബാലൻസ് ഷീറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. കാരണം ബിസിനസ് വിൽ ടേക്ക് കെയർ ഓഫ് അവർ നീഡ്സ്, റിക്വയർമെൻറ്റ്സ് എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഒരു സർട്ടൺ സൈസും സർട്ടൺ കാര്യങ്ങളും എത്തിക്കഴിയുമ്പോൾ നമ്മളത് ചിന്തിച്ചു തുടങ്ങും. കാരണം അവിടെ ആകുമ്പോഴാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെഡ്ജ് ഇസ് എ 350 people ഓർഗനൈസേഷൻ മാനേജിങ് 3,000 crore money, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ദെൻ ഓട്ടോമാറ്റിക്കലി ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് തിങ്സ്, സിസ്റ്റംസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ആൻസറബിലിറ്റി എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോൾ വി വിൽ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് പേഴ്സണൽ ബാലൻസ് ഷീറ്റ്സ്. ഒരു ഇനീഷ്യൽ ഫേസിൽ ഐ ഡോണ്ട് തിങ്ക് എനി ഓൺട്രപ്രണർ വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. ബട്ട് പീപ്പിൾ ഹു ആർ ആക്ച്വലി ലുക്കിംഗ് ഇൻ ടു എ പേഴ്സണൽ ബാലൻസ് ഷീറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്ന ആൾക്കാർ കുറേ കൂടെ സക്സസ്ഫുൾ ആയിരിക്കും. കാരണം അത് രണ്ടായിട്ട് കാണും. അപ്പോൾ ബിസിനസ്സിൻ്റേതായ സമയത്ത് എപ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എവിടേക്കാണ് നമ്മൾ റീകോഴ്സ് എടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. കുറേ കൂടെ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് അവിടെ ഉണ്ടാവും. പക്ഷേ ഇനീഷ്യൽ ഡേയ്സിൽ ഐ ഡോണ്ട് തിങ്ക് എനി ഓൺട്രപ്രണർ വിൽ ഹാവ് ദാറ്റ് തിങ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ടു കീപ് ഇറ്റ് വെരി സിമ്പിൾ, എവറി വൺ ഷുഡ് ഹാവ് എ 2 different balance sheet. Business balance sheet has to be separate and personal balance sheet has to be separate. അതുപോലെ ഈ പേഴ്സണൽ ഫിനാൻസിൽ തന്നെ ഓൺട്രപ്രണേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള വേറൊരു ഘടകം എന്ന് പറയുന്നത് ദേ മേക്ക് ഇമ്പൾസീവ് ഡിസിഷൻസ്, എസ്പെഷ്യലി വെൻ ടു കംസ് ടു ദ പേഴ്സണൽ അസറ്റ്സ്. ഇപ്പോൾ മേ ബി ബൈയിങ് എ ലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി ബൈയിങ് എ സ്റ്റോക്ക് ആയിരിക്കാം. അപ്പോൾ ഏതർ ഫ്രം എ പിയർ പ്രഷർ ഓർ അവരൊരു ഗ്രൂപ്പ് ഓഫ് സർക്കിളിൽ വരുന്ന ഡിസ്കഷനിൽ മേ ബി വൺ പ്രോപ്പർട്ടീസ് അവൈലബിൾ അറ്റ് എ ഡിസ്കൗണ്ട്, മേ ബി എ ഡിസ്ട്രസ് സെയിൽ. അപ്പോൾ ഇഫ് ദേ ഹാവ് എ മണി, they try to get in more frequently than a salaried people or a professional. അങ്ങനത്തെ ഒരു ഇമ്പൾസീവ് ഡിസിഷനെ കുറിച്ച് ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? അത് ഐ തിങ്ക് സിബിൻ തന്നെ എൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ആ ഇമ്പൾസീവ് ഡിസിഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു ആ പിയർ പ്രഷർ ഓർ സ്റ്റേറ്റസ് സിമ്പിൾ. നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം പറയണ്ട, ഒരു കാർ വാങ്ങിക്കുന്നതിന് അങ്ങനെയല്ലേ. ഒരു കാർ വാങ്ങിക്കാൻ തീരുമാനിക്കുന്ന പ്രത്യേകിച്ച് ഒരു ഓൺട്രപ്രണർ ആണെന്ന് ഐ ഹാവ് അറൈവ്ഡ് എന്ന് കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാണിക്കുന്ന അതൊരു ഭാഗമാണ്, ഒരു ഹ്യൂമൻ നേച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അല്ലാണ്ട് ഒരു ലോജിക്കൽ വെൽ തോട്ട് ഔട്ട് പ്രോസസ്സായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കില്ല 99%. ഇപ്പം അല്ലാണ്ട് വെൽ തോട്ട് ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഇപ്പോൾ എത്രയോ പേർക്ക് ഇപ്പം നന്നായിട്ട് റൺ ചെയ്യുന്ന കമ്പനികളിൽ അവർക്ക് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു SIP ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഏർണിങ്സിൻ്റെ ഒരു സമയം തന്നെ അവർക്ക് റെഗുലറായിട്ട് അവർ ചെയ്യും. ചിലപ്പോൾ ഒരു ലാൻഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനെക്കുറിച്ച് അവർക്കൊരു പുറത്ത് പറയേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അവരതിൻ്റെ ഭാഗമായിട്ടങ്ങ് ചെയ്തു പോവുകയാണ്.
അപ്പം അത് ഇമ്പൾസീവ് ഡിസിഷൻ അല്ല. പക്ഷെ അത് കുറേ കൂടെ ഞാൻ കണ്ടിരിക്കുന്നത് കുറേ കൂടെ മെച്യൂർഡ് കമ്പനീസിൽ അത് വരാറുള്ളൂ. ഈ ഏർലി സ്റ്റേജ് കമ്പനീസിലൊന്നും തന്നെ അത് കാണാറില്ല. എപ്പോഴും ഏർലി സ്റ്റേജ് കമ്പനീസിൽ എപ്പോഴും ഇമ്പൾസീവ് ഡിസിഷൻസ് ആയിരിക്കും. അത് വെദർ ഇറ്റ് ഇസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആയിക്കോട്ടെ ഓർ സ്പെൻഡിങ് ഡിസിഷൻ ആയിക്കോട്ടെ, അതെന്തിനായിക്കോട്ടെ അതൊരു ഇമ്പൾസീവ് ഫോമിലി ആയിരിക്കും വർക്ക് ചെയ്യുള്ളൂ. മെച്യൂരിറ്റി കാണുമ്പോൾ അതൊക്കെ മാറും. ഇമ്പൾസീവ് ഡിസിഷന് പകരം അതിനൊരു പ്രോസസ്സിൻ്റെ പാർട്ടാക്കുക എന്നല്ല പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ചും കൂടെ മെച്യൂർഡ് ആയിട്ടുള്ള കമ്പനീസിലാണ് അത് കാണാറുള്ളതെന്ന് കൂടി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഫേസിലുള്ള കമ്പനീസിനെ വിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഫേസിൽ ഒരു മീഡിയം സൈസ് ഒരു കമ്പനീസിലോട്ട് വരുമ്പോൾ അവർക്ക് ഇതിനെങ്ങനെ ഒരു പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാൽ അത്ര മെച്യൂർഡ് ആയിരിക്കില്ല, എന്നാൽ അവരെ ഇനീഷ്യൽ സ്റ്റേജ് കടക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ഗ്രോത്ത് ഫേസാണ്, മീഡിയം ഫേസാണ്. അപ്പോൾ ആ ഒരു ഫേസിൽ കുറച്ചും കൂടെ സ്മാർട്ടായിട്ടുള്ള മണി ഡിസിഷൻസ് അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ 2-3 സിമ്പിളായിട്ടുള്ള 1-2 സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ പ്രോസസ്സുകളോ? ഏറ്റവും ആദ്യം വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ്. എനി ബിസിനസ്, അതിപ്പോൾ ബിസിനസ് ആയിക്കോട്ടെ പേഴ്സണൽ ഫിനാൻസ് ആയിക്കോട്ടെ, രണ്ടിലും അതാണ്. യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്യാഷ് ഫ്ലോ. ആ ക്യാഷ് ഫ്ലോ മനസ്സിലാക്കുന്ന അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ ക്യാഷ് ഫ്ലോ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് ഇപ്പം മിക്കപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്ന കാര്യം, ഞങ്ങളെപ്പോഴും അപ്രോച്ച് ചെയ്യുമ്പോൾ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പിച്ച് ഡോക്യുമെൻ്റ് ഇസ് ഓൾവേസ് ഓൺ ലിക്വിഡിറ്റി മാനേജ്മെൻ്റ് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻ്റ് അല്ല. ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും തന്നെ കൊണ്ടിടുന്നത് ക്യാഷ് ഫ്ലോ സർപ്ലസ് ആയിട്ടിരിക്കുന്ന കമ്പനികളിൽ അവരെല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് കൊണ്ടിടുന്നത്. കറണ്ട് അക്കൗണ്ട് യു ഡോണ്ട് ഏൺ എനി മണി. വെൻ യു സ്വിച്ച് ദാറ്റ് കറണ്ട് അക്കൗണ്ട് ടു എ ലിക്വിഡ് ഫണ്ട്, you start earning 6-7%, and which is T+1 redeemable. And we normally showcase that ഒരു presentation showcase ചെയ്യുന്ന ഫ്രൈഡേ മൺഡേ പാർക്കിംഗ് ആണ്. 3 days ഫ്രൈഡേ മൺഡേ മാത്രം, ഫ്രൈഡേ മൺഡേ പാർക്കിംഗ് മാത്രം കാണിച്ചിട്ട് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ പൈസ എപ്പോഴും അവിടെ ഉണ്ട്. ഫ്രൈഡേ മൺഡേ പാർക്കിംഗ് കാണിക്കുമ്പോൾ തന്നെ അവർ മനസ്സിലാവും, ഓക്കെ ഇത്ര പേർക്കെങ്കിലും സാലറി കൊടുക്കാനുള്ള പൈസ അതിൻ്റെ അകത്ത് കിട്ടും എന്നുള്ള രീതിയിലാണ് അവർക്ക് ആ പ്രസൻറ്റേഷൻസ് തന്നെ പലപ്പോഴും കൊടുക്കാറുള്ളത്. അപ്പം ഇരിക്കുന്ന ക്യാഷ് ഫ്ലോനെ മനസ്സിലാക്കി അതിൻ്റെ അകത്തുനിന്ന് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എടുക്കലാണ് ആദ്യം വേണ്ടത്. പിന്നെ അതിൻ്റെ ക്വാണ്ടം കൂടുന്നതനുസരിച്ചിട്ട് നമ്മളതിനെ ബക്കറ്റ്സ് ആക്കണം. ദാറ്റ് മീൻസ് എല്ലാ കമ്പനിക്കും എപ്പോഴും പൈസ എപ്പോഴും വേണ്ടി വരില്ല. എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കുന്ന എന്തിനാ അറിയോ? ഈ കറണ്ട് അക്കൗണ്ടിൽ വെക്കുന്ന എന്തിനാണ്? എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് പൈസ വെക്കണം. അപ്പം സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരേണ്ടതാണ് ബക്കറ്റ്സിലേക്ക് മാറ്റുക, വിച്ച് ക്യാൻ ബി വീക്ക്ലി ബക്കറ്റ്, മന്ത്ലി ബക്കറ്റ്, ക്വാർട്ടർലി ബക്കറ്റ്, ആനുവൽ ബക്കറ്റ്. സോ ഇഫ് യു ഹാവ് 100 rupees, യു ഹാവ് ടു പുട്ട് ദാറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ദിസ് 100 rupees എപ്പോഴൊക്കെയാണ് വേണ്ടത്. അതിനെ ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റിൽ അവർ ചിന്തിച്ച് അവർ ബജറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ക്ലിയർ ആണ്. കാരണം ഒരു വെൻഡർ പേയ്മെൻ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മൾ ഈ ഇമ്പൾസീവായിട്ട് വെൻഡർ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം വി ക്യാൻ ഡു ഒരു പ്രോപ്പർ സ്റ്റേജിങ് വെച്ചിട്ട് വീക്ക്ലി വൺസാണ് ഞാൻ വെൻഡർ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വൺസ് എ മന്താണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് പ്ലാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ അക്കോർഡിംഗ്ലി യു ക്യാൻ പുട്ട് ഇറ്റ്. വെൻ ഐ വാസ് ഇൻ എ ബാങ്ക് നമ്മൾ ഓഫൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ ബിസിനസ് ഓണേഴ്സ് ആയിക്കോട്ടെ അതുപോലെ HNIs ആയിക്കോട്ടെ, വെൻ ദേ കംസ് ടു പുട്ട് ദെയർ മണി ഇൻ എ ബാങ്ക് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വരുമ്പോൾ ദേ ഓൾവേസ് ഗോ ഫോർ എ 1 year ഡെപ്പോസിറ്റ്, ദെൻ കീപ് റിന്യൂയിങ് എവറി ഇയർ. എന്നാൽ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേ വിൽ നെവർ പുട്ട് എ 5 year ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ ഒരു 3 year ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് തോട്ട് പ്രോസസ് എപ്പോഴും ഒരു 1 year. അപ്പോൾ എപ്പോൾ ആവശ്യം വന്നാലും എടുക്കാമല്ലോ ആ ഒരു തോട്ട് പ്രോസസ്സാണ്. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുന്ന അതിനെ കുറച്ചും കൂടെ ലോജിക്കലാക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആ ഫ്ലക്ച്വേഷനും കൂടെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർലി കവർ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ ഒരു പ്ലാനിങ് പ്രോസസ്സ് പലപ്പോഴും കാണാറില്ല. ഇല്ല, അതാ പറഞ്ഞത് ക്യാഷ് ഫ്ലോ ഡിറ്റർമിനേഷൻ ഒന്ന്, പിന്നെ ബക്കറ്റ് ഇടുന്ന ക്യാഷ് ഫ്ലോയുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള സാധിക്കുന്ന ഒന്ന്. രണ്ടാമത് ബക്കറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ബക്കറ്റ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പല പ്രൊഡക്റ്റിലേക്ക് ഇടാം. അപ്പം ലിക്വിഡ് ഫണ്ട് ആയിരിക്കാം ആദ്യം, പിന്നെ ചില ഹൈബ്രിഡ് ഫണ്ട്സിലിടാം, ചിലപ്പോൾ ലോങ് ടേം ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് എക്വിറ്റി ഫണ്ട്സിലിടാം. ഓരോ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് ഫണ്ടുകളിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ചോദ്യം ചോദിക്കുന്നത്, എസ്പെഷ്യലി വെൻ ഐ വർക്ക് ഇൻ ഡൽഹി, ബോംബെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഇതൊരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ പാർട്ടാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു കേരള, ഇവിടുത്തെ ഒരു നമ്മൾ ബിസിനസ് ഓണേഴ്സിനോട് ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ വെൻ സേ ദം വി ക്യാൻ പുട്ട് ഇറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്, ദേ ഓഫൺ സീ എസ് എ മ്യൂച്വൽ ഫണ്ട് ആസ് ആൻ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്. വെരി ലെസ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ആസ് എ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ അതൊരു അവയർനെസ്സിൻ്റെ ഇഷ്യൂ ആണോ നമ്മുടെ എസ്പെഷ്യലി കേരള ബിസിനസ് ഓണേഴ്സ്? 100% അവയർനെസ്സിൻ്റെ ഇഷ്യൂ. കാരണം നമ്മുടെ ഇവിടുത്തെ എല്ലാ എക്സാമ്പിൾസ് എടുത്താലും എല്ലാ ക്ലയൻറ്റ് അക്വിസിഷൻ ചെയ്യുമ്പോഴും 9 out of 10 people doesn't know about liquid fund.
അപ്പോൾ ലിക്വിഡ് ഫണ്ട് എന്ന് വെച്ചാൽ സിമ്പിൾ ലിക്വിഡിറ്റി പാർക്കിംഗ് അല്ലേ, അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാമെന്ന് പോലും അറിഞ്ഞൂടാ. എങ്ങനെയാണ് അത് സേഫാണോ, അതെങ്ങനെയാണ്, അത് ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ് വാങ്ങിക്കുന്നതെന്ന് ഒന്നും തന്നെ ആർക്കും അറിഞ്ഞൂടാ. 9 out of 10 people doesn't know. അപ്പം അത് അവയർനെസ് ഇല്ലാത്തതിൻ്റെ കാരണമാണ്. ഇപ്പോൾ എക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഫ്ലെയറായിട്ട് വന്നത്? മ്യൂച്വൽ ഫണ്ട്സ് IA ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ആംഫി കൊണ്ടുവന്ന ക്യാമ്പയിന് ശേഷം ഭയങ്കരമായ ഒരു ഡിഫറൻസ് വന്നു. പിന്നെ അതിൻ്റെ കൂടെ കോവിഡ് വന്നപ്പോൾ ആൾക്കാർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. SIP ഒരു വലിയ ഡ്രൈവായിട്ട് മാറി. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് മ്യൂച്വൽ ഫണ്ട്സ്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലായിടത്തും പോപ്പുലറായി. പക്ഷേ ലിക്വിഡ് ഫണ്ട്സ്, ഡെറ്റ് ഫണ്ട്സ്, ഹൈബ്രിഡ് ഫണ്ട്സ് ഇതൊന്നും തന്നെ മലയാളി ഓഡിയൻസിന് വളരെ കുറവാണ് ഇതിനെക്കുറിച്ചുള്ള അറിവുള്ളത്. കാരണം പിന്നെ ഹൈബ്രിഡ് ഫണ്ട്സും ഡെറ്റ് ഫണ്ട്സും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഇഫ് യു ലുക്ക് അറ്റ് ദ ഡേറ്റ, മ്യൂച്വൽ ഫണ്ട് ഡേറ്റ എടുത്ത് നോക്കിയാലും എല്ലാം ബോംബെ, ഡൽഹി, അഹമ്മദാബാദ് അവരുടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇപ്പോഴും ഒരു 75,000 crore മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ റീറ്റെയിലാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ കുറവാണ്. എക്സെപ്റ്റ് ഫോർ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് മുത്തൂറ്റ് ഫിനാൻസ് ഓർ കുറച്ച് പേര് മാത്രമേ ഇതിലേക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലെ പ്രസൻറ്റേഷന് വേണ്ടി വെൻ വി പ്രിപ്പയർ അവർ ഒരു പ്രസൻറ്റേഷൻ പോലെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വി ഓഫൺ ഹാഡ് എ ലുക്ക് അറ്റ് ദ TCSൻ്റെ ഒക്കെ ഹൗ ദേ മാനേജ് ദെയർ ക്യാഷ് ഫ്ലോ എന്നുള്ളത് നോക്കിയപ്പോൾ മോസ്റ്റം 80-90% ഓഫ് ദെയർ ഫണ്ട്സ് ആർ പാർട്ട് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഡയറക്ട്ലി ഇൻ ടു ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ പക്ഷേ ഈ ഒരു അവയർനെസ് നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ വളരെ കുറവാണ്. ഇനി സാർ നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു പോപ്പുലാരിറ്റി ഇൻക്രീസ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അവിടെയും ഒരു അടുത്തൊരു ട്രെൻഡ് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും SIP ഉണ്ടോ എന്ന് ചോദിച്ചാൽ SIP ഉണ്ട്. പക്ഷേ ഡസ് ദ ഇൻവെസ്റ്റ് എ മേജർ പോർഷൻ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് അലോക്കേഷൻ്റെ ടോട്ടൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ ഇറ്റ്സ് എ വെരി മീഗർ പോർഷൻ വിച്ച് ഗോസ് ടു ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ അതും ആ ഒരു അവയർനെസ്സും ആ ഒരു പെർസെൻറ്റേജ് നമുക്ക് എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ അതിനെ നോക്കി കാണേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അഭിപ്രായത്തിൽ സിബിന് ഇതൊരു ടേസ്റ്റ് ചെയ്യണം. ദേ ഹാവ് ടു, നമ്മൾ എത്ര പറഞ്ഞാലും ദേ ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ഒരു മെച്യൂരിറ്റിയുടെ ഭാഗമാണ്. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഫസ്റ്റ് ജനറേഷൻ ഇൻവെസ്റ്റേഴ്സായിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് ഒരു എക്സാമ്പിൾ, എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പലപ്പോഴും ഞങ്ങളുടെ ടീമിൽ കോട്ട് ചെയ്യാറുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ഐ കനോട്ട് നെയിം ദ ക്ലയൻറ്റ്സ് നെയിം, ബട്ട് ദിസ് ക്ലയൻറ്റ് had been investing in markets I think 35-40 years, even ഹർഷദ് മേത്ത പീരിയഡ്, കേത്തൻ മെഹ്റ, ഈ പറയുന്ന എല്ലാ 35-40 years. പണ്ട് മ്യൂച്വൽ ഫണ്ട്സ് വരുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഏർണിങ്സിൻ്റെ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഉള്ള ഒരു പരിചയമുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോഴും അദ്ദേഹത്തിനെ ഒരു സീനിയർ ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത്രയും ഒരു സീസൺഡ് ഇൻവെസ്റ്റർ ഹു ഹാഡ് സീൻ ഓൾ ദ സൈക്കിൾസ് ആൻഡ് വെരി കാം ആൻഡ് ക്വയറ്റ്. So initially what he has done is, ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച് മനസ്സിലാക്കിയത് 5-10% of the earnings he had marked for equity. And 5-10% of the earnings മാർക്ക് ചെയ്തു. അത് ആൻഡ് പുള്ളിയുടെ ബാലൻസ് ഷീറ്റിൽ പുള്ളി പറയുന്നത് ഞാനത് റൈറ്റ് ഓഫ് പോലെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അതൊരു എക്സ്പെൻഡിച്ചർ പോലെയാണ്. ഞാൻ പറഞ്ഞ 40 കൊല്ലം മുമ്പേ ഈ നമ്മുടെ മാർക്കറ്റ് ഒട്ടും മെച്ചുവേർഡ് അല്ലാത്തിരിക്കുന്ന സമയത്ത്, കാരണം അന്ന് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ സ്റ്റോക്ക് കിട്ടുമെന്ന് പോലും അറിഞ്ഞുകൂടാ. ബ്രോക്കറെ വിളിച്ച് പറഞ്ഞ് ബ്രോക്കർ അന്ന് എഴുതി കൊടുക്കും, കിട്ടിയാൽ കിട്ടി, പേപ്പർ ഫോർമാറ്റാണ്, എന്ത് വിലയ്ക്കാണ് വാങ്ങിക്കുന്നത്, എന്ത് വിലയ്ക്കാണ് വിൽക്കുന്നത് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അന്ന് അദ്ദേഹം വിൽക്കാറേ ഇല്ല, എല്ലാം റിലയൻസ് പോലത്തെ എല്ലാ ഷെയറും വാങ്ങിച്ചു വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പൈസ, അന്നത്തെ ഏർണിങ്സിൻ്റെ ഒരു 5-10% അത്രയേ ഉള്ളൂ. അത് ആനുവൽ ബേസിൽ അത് പുള്ളി അങ്ങനെ ഒരു അലൊക്കേഷൻ അത് ചെയ്തു പോയി. പിന്നെ ഇപ്പോൾ അടുത്ത ജനറേഷൻ, ഇപ്പം മക്കൾ വന്ന് ഇപ്പം അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്തു, സെക്കൻഡ് ജനറേഷൻ കെയിമിൻ. ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ജനറേഷൻ്റെ ഇതിൽ അവരുടെ പെർസെൻറ്റേജസ് ഹാവ് ഗോൺ അപ്പ് സിഗ്നിഫിക്കൻ്റ്ലി ഇതിലേക്കുള്ള. കാരണം മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇപ്പോൾ മോസ്റ്റ്ലി ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ ഈസ് മോർ ദാൻ ദെയർ ബിസിനസ് ജനറേറ്റിംഗ് ടുഡേ. മനസ്സിലായല്ലേ? ഹിസ് പോർട്ട്ഫോളിയോ റിട്ടേൺ ഈസ് മോർ ദാൻ ദ ബിസിനസ് ഇറ്റ്സെൽഫ് ഇസ് ജനറേറ്റിംഗ്. സോ അത് കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, ഇതിൻ്റെ ഏർണിങ്സിൻ്റെ എത്രയോ പെർസെൻറ്റേജ് വീണ്ടും അതിൻ്റെ അകത്ത് തന്നെ ഇടുള്ളൂ. അതും 5-10% മാത്രം അലോക്കേറ്റ് ചെയ്തിട്ട് ഓവർ എ പീരീഡ് ഓഫ് ഇത്രയും സൈക്കിൾസ് മാറി വന്നതിൻ്റെ ബെനിഫിറ്റും എല്ലാം കണ്ട ഒരാളാണ്, അതിൻ്റെ റിസ്ക്കും എല്ലാം കണ്ട ആളാണ്. പക്ഷേ അത് ക്ലാരിറ്റി ഓഫ് തോട്ട് വാസ് വെരി ക്ലിയർ. ഞാൻ 5-10% സ്പെൻഡ് ചെയ്യാണ്, ഞാൻ അതിനെ അസറ്റായിട്ട് മാറുന്നു ചിന്തിച്ചിട്ടില്ല. പിന്നെ ഇന്നിപ്പോൾ അതൊരു വലിയൊരു അസറ്റായിട്ട് മാറി. ഇന്ന് അത് ഏർണിംഗ് മോർ ദാൻ ഹിസ് ബിസിനസ് പ്രോഫിറ്റ് എന്ന് കാണുമ്പോൾ ഇയർലി ബേസിസിൽ, so automatically their second generation and third generation will follow the same principle.
വിത്ത് മോർ ഹയർ വിത്ത് മോർ അലൊക്കേഷൻ. നമ്മൾ ഇനി പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് ഐ സ്ട്രോങ്ലി ഫീൽ എക്സ്പീരിയൻസ് ഓൺലി വിൽ ഗിവ് യു ദാറ്റ് thing. It will be let people take small step. Once they mature to 1 year, 2 year, 3 year, then they will understand. അതുപോലെ ഇപ്പോൾ ഒരു ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ വെൻ വി ടോക്ക് അബൌട്ട് ദ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരോട് നമ്മൾ ഈ 13-14% കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും എനിക്ക് കിട്ടാറുള്ളൊരു റെസ്പോൺസ് മൈ ബിസിനസ് ഈസ് ജനറേറ്റിംഗ് 20% റിട്ടേൺ, ദെൻ വൈ ഷുഡ് ഐ പുട്ട് മണി ഇൻ 30% അല്ലെങ്കിൽ 13% റിട്ടേൺ അല്ലെങ്കിൽ 14% റിട്ടേൺ. ബിസിനസ് എപ്പോഴും 20% 25% കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുള്ളില്ല ബിസിനസ് 20% കോമ്പൗണ്ട് ചെയ്തിരുന്നെങ്കിൽ അതും ഓവർ എ പീരീഡ് ഓഫ് 30-40 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർ നമുക്ക് തന്നെ മനസ്സിലാവും, ഇതൊരു എക്സൽ ഷീറ്റിലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അറിയാം അവരവിടെ ഇരിക്കേണ്ട ആൾക്കാർ പോലും അല്ല. അപ്പോൾ ഏതൊരു ഓൺട്രപ്രണേഴ്സ് രണ്ട് രീതിയിലാണ് കോമ്പൗണ്ടിങ്ങിനെ മനസ്സിലാക്കാതെ പോകുന്നത്. ഒന്നുമില്ലെങ്കിൽ അവരവരുടെ ബിസിനസ്സിനെ ഓവറായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ 30% അല്ലെങ്കിൽ 20% ഒരു 30 years കോമ്പൗണ്ട് ചെയ്താൽ ഇത് എത്രത്തോളം ആവുമെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്കായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് കൊണ്ടുവരാനോ? അല്ല, ഇത് അഗൈൻ പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഈ കോമ്പൗണ്ടിങ് നമ്മൾ പറയുമ്പോൾ ഇവരെല്ലാവരും ഈ കോമ്പൗണ്ടിങ് 14% ഇവർ പെർസെൻറ്റേജേ കേൾക്കുന്നുള്ളൂ. 14% റിട്ടേൺ അല്ലെങ്കിൽ 12% വേണ്ട, 14% വിട്, 8%, ലെറ്റ്സ് ടേക്ക് 8%. 8% കോമ്പൗണ്ടിങ് ഫോർ 25 years വിൽ ബി സോ ബിഗ്. മനസ്സിലായില്ലേ? 8% കോമ്പൗണ്ടിങ് ഫോർ 25 years. അവർക്ക് മനസ്സിലാവാത്തതും ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ് ഒരിക്കലും ഇങ്ങനെ ഒരു സൈക്കിളിൽ പോകില്ല. ബിസിനസ് പല സൈക്കിളിൽ കൂടെ അല്ലേ പോകുള്ളൂ, അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ പോകുള്ളൂ. അതാണ് അവർക്ക് മനസ്സിലാവാത്ത ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ. അവർ ഉദ്ദേശിക്കുന്ന കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അവർ കോമ്പൗണ്ടിങ് കാണുന്നത് 1 year 2 year കാണുന്നുള്ളൂ. ദേ ആർ നോട്ട് സീയിങ് ഫോർ 20-25 years. 20-25 years കാണാൻ പറ്റുവാണെങ്കിൽ അവരുടെ ഫാക്ടറി, അവരുടെ കമ്പനി, അവരുടെ ബിസിനസ് എത്രത്തോളം വലുതായിട്ടുണ്ടാവണം. ഇറ്റ് ഷുഡ് ഹാവ് ബിക്കം സോ മച്ച് സോ ബിഗർ. അപ്പോൾ അങ്ങനെയുള്ള ആസ്പെക്റ്റ് കാണെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റേഷൻ കാണിച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ ഞങ്ങളൊരു ഗെയിം കളിക്കും. ഇവിടെ ഞങ്ങളൊരു ഡിസൈൻ ചെയ്തൊരു ഗെയിമുണ്ട്, മെറ്റ ഫിനാൻസ് എന്ന ഗെയിം. അപ്പോൾ ആ ഗെയിമിൽ ഞങ്ങൾ കളിക്കുമ്പോൾ ഇപ്പം വളരെ തുച്ഛമായ എമൗണ്ട്, ഈവൻ നോട്ട് ബിഗ് എമൗണ്ട്, 8% 10% ഒക്കെ കോമ്പൗണ്ടിങ്, 8% 10% കോമ്പൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്ത് പോയി കാണിച്ചപ്പോൾ ദ നമ്പർ, അതിൻ്റെ ഭയങ്കരമായ നമ്പർ കണ്ടപ്പോൾ ദേ വെർ ഓൾസോ അസ്യൂമിങ്, ദേ വെർ ഓൾസോ fascinated that this much money varu. You understood? We play the game from age 25 to 75. Okay. And the thing is, people who have put in money in fixed income, we have given an assignment of around 8%. Okay. So 8% compounded over 40-50 years. By the retirement period, your amount is like crazy. It's crazy. So people are not even comprehending the fact that അവർക്കത് പറ്റുന്നില്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത്രയും തുച്ഛമായ എമൗണ്ട് അത്രയും വരുമെന്ന്. പലപ്പോഴും ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് വരുന്ന പോസ്റ്റുകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടറിഞ്ഞാൽ ഇത് എക്സൽ ഷീറ്റിലാണ് അല്ലെങ്കിൽ ഇത് ഇവരുടെ പ്രസൻറ്റേഷനിൽ മാത്രമേ ഈ സാധനം ഉള്ളൂ എന്ന രീതിയിൽ കമൻറ്റുകൾ പലപ്പോഴും ആൾക്കാർ ഇടാറുണ്ട്. കാരണം അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പലപ്പോഴും ഇത് കാണുന്നത് ഇതൊരു കിട്ടാത്തൊരു സാധനമായിട്ടാണ്, അല്ലെങ്കിൽ പ്രസൻറ്റേഷനിലോ പ്രൊജക്ഷനിലോ മാത്രം വരുന്ന ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും പല ആൾക്കാർ അതിനെ കാണുന്നത്. അതിന് ഒരു കാരണം സിബിൻ, നമ്മൾ പറയുന്നത് എപ്പോഴും, ഞാൻ ഈ 14-15% കോമ്പൗണ്ടിങ് ഞാൻ എഗ്രി ചെയ്യുന്ന ആളല്ല. We should be more realistic and come to the fixed income. പക്ഷേ ഫിക്സ്ഡ് ഇൻകത്തിൻ്റെ അകത്തും തന്നെ ഫിക്സ്ഡ് ഇൻകത്തിൻ്റെ റിയാലിറ്റിയിലേക്ക് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആരും ഡിസ്പ്യൂട്ട് ചെയ്യില്ല. ഫിക്സ്ഡ് ഇൻകത്തിൻ്റെ നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമ്മൾ ഈ സംസാരിക്കുന്ന എല്ലാം തന്നെ ഫസ്റ്റ് ജനറേഷൻ ഇൻവെസ്റ്റേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ, ഫസ്റ്റ് ജനറേഷൻ തന്നെ അവരിപ്പോൾ ജോലിക്ക് കയറുന്ന ആൾക്കാരാണ്. 25 വയസ്സ് തൊട്ട് 30 വയസ്സുള്ള ആൾക്കാരാണെങ്കിൽ അവരിപ്പോഴാണ് അവർക്ക് അറിയുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിൻ്റെ നമ്മൾ എന്തിനാ 12-ഉം 15-ഉം പറയുന്നത്? ഗിവ് ഇറ്റ് ഓൺലി 8%. which is the thing what they can earn today. ആ 8%-ൻ്റെ 25 years വെച്ച് കാണിച്ചാൽ പോരെ. ആ നമ്പർ കാണുമ്പോൾ അവർ അലാമിങ് ചെയ്യോ ഇല്ലെന്ന് കണ്ടാൽ മതി. അപ്പോൾ പിന്നെ കമൻറ്റ് വരണ്ടല്ലോ. 12-ഉം 15-ഉം നല്ലല്ലോ പറയണേ. മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷനും പറയുന്നില്ലല്ലോ. ക്യാൻ യു കോമ്പൗണ്ട് യുവർ മണി അറ്റ് 8%, വിച്ച് ഇസ് സേഫ് ഇൻ ഇന്ത്യ, ഈവൻ മോർ റിയലിസ്റ്റിക്. അപ്പം നമ്മൾ എക്സ്ട്രോർഡിനറി നമ്പർ പറയണ്ട. അപ്പോൾ ലോവർ നമ്പർ പറഞ്ഞിട്ട് ഹയർ ബെറ്റർ കിട്ടുന്നതാണല്ലോ ആൾക്കാർക്ക് താല്പര്യം. അങ്ങനെ ഒരു നമ്പറിലേക്ക് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട്. അറ്റ്ലീസ്റ്റ് ഈ കമൻസ് ഉണ്ടാവില്ല. ഈ കമൻസ് അല്ല, അവരുടെ റിയലിസ്റ്റിക്. പിന്നെ അവർക്ക് അറിയാത്തത് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് അവർ അറിയില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ. അവർക്ക് ആ വിഷ്വലൈസേഷൻ കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. മറ്റേത് നമ്മൾ ഫിക്സ്ഡ് ഇൻകം കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു ക്യാമ്പയിൻ തന്നെ അതിൻ്റെ അകത്തായിരിക്കണം. അപ്പം മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല.
അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ 25 ഇയേഴ്സ് 30 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വേർഡാണ് യോലോ, യു ഓൺലി ലിവ് വൺസ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ മേക്കിംഗ് സോ മച്ച് ഓഫ് മണി ആഫ്റ്റർ 25 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 30 ഇയേഴ്സ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അവർ പലപ്പോഴും ഇവർ തന്നെ ഇത് റിയലൈസ് ചെയ്യുന്നത് ഒരു 40 ഇയേഴ്സിലേക്ക്. ഇപ്പോൾ ഇന്നത്തെ 20സിനോട് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇവർ മനസ്സിലാക്കുന്നത് മേ ബി ഇൻ ദെയർ 40s. അവർ 40സിലേക്ക് എത്തുമ്പോഴാണ് അവർ ആ നഷ്ടപ്പെട്ടു പോയ ടൈമിൻ്റെയും അതിൻ്റെ ഇമ്പോർട്ടൻസും അതൊന്നും വരുന്നത്. അപ്പോൾ വാട്ട്സ് യുവർ എക്സ്പീരിയൻസ് ഓൺ ദാറ്റ് ഓർ ദോസ് ആസ്പെക്ട്സ്? ഇത് ഏറ്റവും കൂടുതൽ കൂടിയത് ഈ കോവിഡിന് ശേഷമാണ്. കോവിഡ് വന്നപ്പോൾ എല്ലാവരും ഓൾറെഡി പണ്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഈവൻ നമ്മുടെ പാരൻസും എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരുന്ന യു ഷുഡ് സേവ്. If you look at the Indian market also, we were a saving country, correct? We were traditional savers. നമ്മുടെ ലാസ്റ്റ് ജനറേഷൻ എല്ലാവരും സേവേഴ്സ് ആയിരുന്നു. ഒരു 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ 5,000 രൂപ സേവ് ചെയ്യും, 5,000-7,000 രൂപ സേവ് ചെയ്യും. ചെറിയ എക്സ്പെൻസസിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. വി വെർ എ സേവിങ് കൺട്രി. പിന്നെ വെസ്റ്റേൺ ഇൻഫ്ലുവൻസസ് വന്നു. US-ലാണല്ലോ സേവിങ് ഇല്ലാത്ത. ഡെവലപ്ഡ് കൺട്രീസിൽ സേവിങ് ഇല്ലല്ലോ. ജപ്പാനിൽ സേവിങ് ഉണ്ട്. ജപ്പാൻ ഇസ് എ ഹയസ്റ്റ് സേവിങ് കൺട്രി. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഇതിലേക്കാണ് ഇൻഫ്ലുവൻസ് വന്നിട്ട് സേവിങ് കുറഞ്ഞു വന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളൊക്കെ പണ്ടൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഞാൻ ഇൻഡസ്ട്രി ജോയിൻ ചെയ്യുന്ന സമയത്ത് 2007-2008 നമ്മുടെ സേവിങ്സ് വാസ് അറൌണ്ട് 27, 28, 29, 30% ഒക്കെ ആയിരുന്നു. ഇപ്പം ഇറ്റ്സ് കം ഡൗൺ ടു 10-11%. അപ്പോൾ സേവിങ്സ് റേറ്റ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. കാരണം നമ്മൾ ഈ പറഞ്ഞ യു ലിവ് ഓൺലി വൺസ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ട് അതിനെ ഏറ്റവും കൂടുതൽ ആക്സിലറേറ്റ് ചെയ്ത ടൈമാണ് ഈ കോവിഡ് വന്ന് എല്ലാവരും അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമുക്കപ്പോൾ തന്നെ അടിച്ചു പൊളിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോവാണ്. അപ്പം അത് ഇന്നത്തെ ഒരു ഫാഡാണ്, ഇന്നത്തെ ആൾക്കാർക്ക് വരുന്നൊരു ഫാഡാണ്. പക്ഷേ ഞങ്ങൾ തന്നെ ഇപ്പം ഒരു കൗണ്ടർ ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ട് ലാൽ സാറിനെ വെച്ചിട്ട് ചെയ്യാൻ ഒരെണ്ണം പ്ലാൻ ചെയ്തിരിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ ലൈൻ എന്ന് പറയുന്ന കാര്യം സാമ്പത്തികമാണെന്ന് പറഞ്ഞ ലൈനാണ്. അടുത്ത ലൈൻ എടുക്കാൻ പോകുന്നത് സിമ്പിൾ ലൈനാണ്, നാളെ ഉണ്ടെങ്കിലോ. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇപ്പോൾ ഇവരോട് ചോദിക്കുന്ന ചോദ്യം ഇന്ന് ജീവിക്കുന്നു ഇന്ന് മരിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്കാരുടെ വാട്ട് ഇഫ് യു ലിവ് മോർ? യു ഹാവ് എ കൗണ്ടർ ക്വസ്റ്റ്യൻ. വാട്ട് ഇഫ് യു ലിവ് മോർ? ആൻഡ് ദ റിയാലിറ്റി ഈസ് യു ആർ ഗോയിങ് ടു ലിവ് മോർ. യുവർ ആവറേജ് ലൈഫ് സ്പാൻ ഈസ് ഇൻക്രീസിങ് ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആഫ്റ്റർ കോവിഡ്. Because of course you are seeing deaths, unnatural deaths here and there, but technically if you look at the overall lifespan as a society, the lifespan is going up. Lifespan ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അത് ഇപ്പോഴത്തെ പുതിയ മെഡിക്കൽ ഇതും കൂടെ വരുമ്പോൾ കാണുന്നത്, you will not be surprised if you see the lifespan going up to 100 in next 10 years എന്നാണ് പറയുന്നത്. Now we are at around 70, 75, 72, 73. 100 like in next 10 years ആവറേജ് ലൈഫ് സ്പാൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഭയങ്കരമായ മെഡിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്, ഈവൻ വിത്ത് ക്യാൻസർ ഓർ എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ. അപ്പം ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ 55-ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ബാക്കിയുള്ള വർഷങ്ങൾ ജീവിക്കണ്ടേ? യു വിൽ ഹാവ് ടു ലിവ് നോ. അപ്പം ദ ഓൺലി കൗണ്ടർ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഇഫ് യു ലിവ് മോർ? ഡു യു ഹാവ് എനി പ്ലാൻ ബി ഉണ്ടോ കയ്യിൽ? പ്ലാൻ ബി ഉണ്ടെങ്കിലല്ലേ എൻ്റെ അത് കാര്യമുള്ളൂ. ലാസ്റ്റ് ടൈം നമ്മുടെ പോഡ്കാസ്റ്റിൽ ആശിഷ് സോമയ്യ വെൻ ഹി കെയിം ഹി വാസ് ഓൾസോ ടോക്കിംഗ് അബൌട്ട് ദ സെയിം തിങ്. സോ ദ റിസർച്ച് ആർ ഗോയിങ് ഓൺ. നമ്മുടെ ഓർഗൻസ് വരെ ഇനി ലാബോറട്ടറീസിൽ മേക്കപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് മേ ബി 2035 കൂടി വരാൻ പോകുന്നത്, എക്സാക്ട്ലി ആഫ്റ്റർ 10 years. അപ്പോൾ ആ ഒരു ടൈമിൽ ദ മോഡേൺ മെഡിസിൻ വോണ്ട് അലോ യു ടു ഡൈ. അപ്പോൾ ആ വരുമ്പോൾ ആർ വി പ്രിപ്പയർഡ് ഇനഫ് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. പക്ഷേ that's what, because people are not realizing it. They are all, because we are നമ്മളിപ്പോൾ എല്ലാം ഒരു കോവിഡിൻ്റെ ഹാങ് ഓവറിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. കോവിഡിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പം ആൻഡ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഓൾസോ ഗിവിങ് യു സോ മച്ച് ഓഫ് ക്രെഡിറ്റ് ടുഡേ. എല്ലാവരും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിലാണ് പോകുന്നത്, ക്രെഡിറ്റ് കാർഡ് ഓർ EMIസിലാണ് ജീവിക്കുന്നത്. നമ്മുടെ അപ്പം സേവിങ്സ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. സേവിങ്സ് റേറ്റ് കുറയുന്നത് തെറ്റെന്നുള്ളതല്ല പറയുന്നത്, GDP ഗ്രോത്ത് അതുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഇതെല്ലാം ഒരു ബാലൻസ് ആണല്ലോ. ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി സേവ് ചെയ്തിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാണ്ടിരുന്നാൽ GDP will not grow. End of the day there has to be a balance. It's not that one thing is എല്ലാവരും സേവ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലോ. പണ്ടത്തെ ആൾക്കാർ നമ്മളെല്ലാം സേവ് ചെയ്തുകൊണ്ടിരുന്നത് അവർ ജീവിക്കാൻ മറന്നുപോയി, അവർ ജീവിക്കാൻ പഠിച്ചില്ല. ഇപ്പോഴത്തെ ആൾക്കാർ ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു റെയിനി ഡേ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ അവരിലില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ബാലൻസിങ് ആക്ട് അല്ലേ.
ആ ബാലൻസിങ് ആക്ടിലേക്ക് ആൾക്കാർ റിയലിസ്റ്റിക് ആയിട്ട് വരുന്നവരാണ് ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവർ. ഇപ്പോൾ ഈ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അതിനെ ഒരു എപ്പോഴും തോന്നാറുണ്ട്, വളരെ ചില കൺട്രികൾ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ജനറേഷൻ അവർ സേവ് ചെയ്ത് മാത്രം വെച്ച് ജീവിക്കാൻ മറന്നുപോയി. അപ്പോൾ ആഫ്റ്റർ റിട്ടയർഡ് ദർ അഗെയിൻ എ റിഗ്രറ്റ്. അതുപോലെ അടുത്തൊരു ഇപ്പം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദർ സ്പെൻഡിങ് മോർ. അപ്പം മേ ബി 25 വെൻ ദേ നിയറിങ് ദർ റിട്ടയർമെൻറ്റ്, ആ ഒരു സമയം വരുമ്പോൾ മേ ബി അവർക്കൊരു റിട്ടയർമെൻറ്റ് കോർപ്പസിനോടുള്ള ആങ്സൈറ്റിയും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അഗെയിൻ ആ ഒരു റിഗ്രറ്റ് ഫീലിംഗ് വരാം. ഈ ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നതാണ് ഹാപ്പിനെസ്സിൻ്റെ ഏറ്റവും കീ എന്ന് പറയുന്നത്. ആ ബാലൻസിൽ കൊണ്ടുപോകാനുള്ള ആക്ച്വലി വോറൻ ബഫെ പറഞ്ഞുള്ള 8th വണ്ടർ ഓഫ് ദ വേൾഡ് ആണ് കോമ്പൗണ്ടിങ്, SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഇപ്പം നമ്മളിപ്പം പണ്ടത്തെ ആൾക്കാരെ ചിന്തിച്ച് പറഞ്ഞു, ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ് അറിയാലോ, നമ്മുടെ ഇപ്പോൾ ഹൗസ് ഹോൾഡ് സേവിങ്സിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഗോൾഡ്. വി ആർ അറ്റ് I think Morgan Stanley report is saying 3.9 trillion, which is almost equivalent to our GDP. Household savings in gold. പണ്ടത്തെ വീട്ടമ്മമാർ എന്ത് പൈസ കിട്ടിയാലും ഒരു പൊന്ന് വാങ്ങിച്ചു വെക്കും. അതിൻ്റെ ആ സേഫ്റ്റി ഫീച്ചറും അതിൻ്റെ ആ എക്സ്പാൻഷൻ ഫീച്ചറുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയൊരു സേവിങ് അവർ ചെയ്തതിൻ്റെ ഭാഗമാണ് അല്ലേ. അത് ഇന്നാണ് അതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ ആൾക്കാർക്ക് ഒരു ആവശ്യം വരുമ്പോൾ ആദ്യം പോകുന്ന ഗോൾഡിലേക്കാണ്. ഒരു ഗോൾഡ് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഗോൾഡ് പോയി വിൽക്കുന്നു, പ്ലഡ്ജ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അതൊരു റെയിനി ഡേയ്ക്ക് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അന്ന് അവർ ചെയ്തിരിക്കുന്ന അന്നത്തെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അന്നത്തെ രീതിയിൽ ചെയ്ത ഒരു ഫോമാറ്റാണ് ഈ ഗോൾഡ് എന്ന് പറഞ്ഞ സേവിങ്സ്. അത് ലിക്വിഡബിൾ അസറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലിക്വിഡ് അസറ്റ് ആയിട്ടുള്ള നമ്മുടെ 50% ഇപ്പോഴും ഇല്ലിക്വിഡ് ഇല്ല. മോർ ദാൻ 53 ആയിരുന്നു, ഇപ്പോൾ 50 എന്നാണ് ലാസ്റ്റ് റിപ്പോർട്ട് കണ്ടിരിക്കുന്നത്. 50 കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ്സും നമ്മൾ വീടുകളും ഒക്കെ വാങ്ങിച്ചു വെക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. അതിൻ്റെ ട്രെൻഡിൻ്റെ ഷിഫ്റ്റാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇപ്പോൾ കാണുന്നത്. ഫിനാൻഷ്യലൈസേഷൻ നടക്കുന്നത്. ഇപ്പോൾ ഒരു 10 years മുമ്പേ 10 ലക്ഷം കോടി ഉണ്ടായിരുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഇന്നിപ്പോൾ 75 ലക്ഷം കോടിയായിരിക്കുന്നത്. സോ വി ഹാവ് ഇൻക്രീസ്ഡ് ബൈ 7 times ഇൻ ലാസ്റ്റ് 10 years. ഓർ ഈവൻ 5 yearsൽ വന്ന എക്സ്പാൻഷൻ ഇസ് ലൈക്ക് ഹ്യൂജ്. അപ്പം അതുകൊണ്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് ടുഡേ. ബട്ട് ഓൺലി അൺഫോർച്ചുനേറ്റ് തിങ് വിച്ച് ഐ ഫീൽ അബൌട്ട് ഇൻ കേരള മാർക്കറ്റ് ഇസ് നമ്മൾ 100% ലിറ്ററേറ്റ് സ്റ്റേറ്റാണ്. ലിറ്ററസിയിൽ വളരെ ഹൈയിലാണ്. പക്ഷേ ഈ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ വളരെ ബാക്കിലാണ്. കാരണം നമ്മുടെ ഷെയർ ഷുഡ് ഹാവ് ബീൻ വെരി ഹൈ. വി ആർ നോട്ട് ഈവൻ 1% ഓഫ് ദ ടോട്ടൽ അസറ്റ്സ് അല്ലേ. 75 ലക്ഷം കോടിയിൽ ഇന്നും 75,000 കോടി ആയോ എന്ന് പോലും നമുക്ക് പറഞ്ഞുകൂടാ. 1% ആണ് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ ഷെയർ ഷുഡ് ഹാവ് ബീൻ 5%, 6%. കാരണം നമ്മൾ ഏറ്റവും ലിറ്ററേറ്റ് സ്റ്റേറ്റ് അല്ലേ. ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ്. സ്മാർട്ട് പീപ്പിൾ നമുക്ക് ഗ്ലോബലി തന്നെ ഏറ്റവും ഇതായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പം എല്ലാ രീതിയിലും നമ്മൾ അത്രയും അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർ നമ്മൾ ആ ഇതിൽ മിസ് ഔട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. പലപ്പോഴും ഓൺടർപ്രണേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യാറുള്ളൊരു കാര്യമാണ്. പക്ഷേ കാരണം അവരെപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റിയുടെ വോളറ്റാലിറ്റീനെ അല്ലെങ്കിൽ അതിലൊരു റിസ്കിനെ എപ്പോഴും ഡൗട്ട് ചെയ്യുന്ന സമയത്ത് ഓഫൺ ഐ കോട്ട് ദ എക്സാമ്പിൾ ഓഫ് ഗോൾഡ്. എങ്ങനെയാണ് ഗോൾഡ് നമ്മുടെ ഒരു ട്രസ്റ്റ്, ഏറ്റവും ട്രസ്റ്റുള്ള ഒരു അസറ്റ് ക്ലാസ്സായി മാറിയത്? ബിക്കോസ് ഓഫ് നമ്മുടെ അമ്മമാരും ഭാര്യമാരും ഈ ഓരോ പീരീഡ് ഓഫ് ടൈം സേവ് ചെയ്ത് വെച്ച് അറിഞ്ഞോ അറിയാതെ നമ്മൾ വി ഹെൽഡ് ഇൻ ടു 20, 25, 30 years. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോമ്പൗണ്ടിങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സോ ദാറ്റ് ബിക്കം എ ട്രസ്റ്റഡ് പാർട്ട് ഓഫ് അവർ ഹൗസ് ഹോൾഡ്. പക്ഷെ നേരെ മറിച്ച് ഇപ്പുറത്ത് ഈ ട്രസ്റ്റ് വാങ്ങിയിട്ടുള്ള ഹൗസ് ഹോൾഡ്സിൻ്റെ എണ്ണം ഒരു മേ ബി 1% or 2% ആണ് അക്രോസ് ദ ഫാമിലി, നമ്മുടെ കേരളത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ആ ഒരു ട്രസ്റ്റ് ആൾക്കാർക്ക് വരാത്തത് എനിക്ക് പലപ്പോഴും തോന്നിയത്. നോട്ട് എക്സ്പീരിയൻസ് ഇൻ ഫസ്റ്റ് ഹാൻഡ്. അതാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം, ഇപ്പോഴും നമ്മളിപ്പോൾ ഒരു ഭയങ്കരമായ ഒരു എക്സ്പാൻഷൻ ഇൻ യങ്സ്റ്റേഴ്സിലെ ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ബിക്കോസ് ഓഫ് ദ ആപ്സും ഈ പറഞ്ഞ ഈസി ടു ഇൻവെസ്റ്റ്, ഈസി ടു ട്രേഡ് എന്നുള്ള ആപ്സ് വന്നപ്പോഴും വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പെട്ടെന്ന് കയറി SIP ചെയ്യും. അവരുടെ ആവറേജ് ലൈഫ് ഈസ് ഓൺലി 3 to 6 months. അതായത് ഒരു നമ്മൾ ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് നോക്കുപോലുമില്ല. ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇത് സാധനം നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലൊന്നും ഇത് ഗ്രോ ചെയ്യില്ല. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഹാസ് ടു ബി എ ഡിസിപ്ലിൻ. നമ്മൾ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വില, നമ്മൾ ഇടുന്ന എമൗണ്ട് സെയിം എത്രയാണ് അതിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അതിന് കണക്കാക്കിയുള്ള ഗ്രാം കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എല്ലാ ഗോൾഡ് ജ്വല്ലറികളോടും ചോദിച്ചാലും പറയുന്നത് വെയിറ്റ് ആണ് ഫിക്സ് ചെയ്യുന്നത്, റേറ്റ് അല്ല. അവരിടുന്ന എമൗണ്ട് സെയിമാണ്.
ആൾക്കാരിടുന്ന എമൗണ്ട് സെയിം ആയിരിക്കും. അത് 1000 രൂപ തൊട്ട് 1 ലക്ഷം രൂപ ഇടുന്നതാണ് എത്രയാണെങ്കിലും ആ എമൗണ്ട് അത് തന്നെ ഇടുള്ളൂ. പക്ഷെ വെയിറ്റ് അതിനനുസരിച്ച് മാറും, ഗോൾഡ് പ്രൈസ് വെച്ച് മാറും. പക്ഷേ ഈ കോൺസെപ്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, ഫിനാൻഷ്യൽ സേവിങ്സിലേക്ക് വരുമ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പലപ്പോഴും ആ ഒരു കോൺഫിഡൻസ് കുറവ് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഗോൾഡ് ഇപ്പോൾ വാല്യൂ പ്രൈസ് കുറഞ്ഞു അല്ലെങ്കിൽ പ്രൈസ് ട്രെൻഡിങ് താഴത്തോട്ടാണെങ്കിൽ ദർ ഈസ് എ നാച്ചുറൽ ടെൻഡൻസി വിതിൻ അസ് ടു ബൈ മോർ. പക്ഷെ നേരെ മറിച്ച് ഈ മാർക്കറ്റിലോട്ട് വരുമ്പോൾ സപ്പോസ് മാർക്കറ്റ് ഡൗൺവേർഡ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വി ബിക്കം പാനിക്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ സെല്ലിംഗ് ടെൻഡൻസിയാണ് വരുന്നത്. പലപ്പോഴും വാരൻ ബഫറ്റ് പറയാറുള്ള പോലെ ഈ ഓപ്പോസിറ്റ് പ്ലേ ചെയ്താൽ മതി. വി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും ഓപ്പോസിറ്റാണ് ആൾക്കാർ പലപ്പോഴും ബിഹേവ് ചെയ്യാറുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റ് ചെയ്യാത്തതിൻ്റെയും ഒരു എക്സ്പീരിയൻസിൻ്റെയും ഒരു കോൺഫിഡൻസിൻ്റെയും ഇഷ്യൂ ആയിരിക്കണം മാക്സിമം. ഞങ്ങളത് ടാക്കിൾ ചെയ്യുന്ന രീതികൾ 2 രീതിയിലാണ്. ഒന്ന്, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വന്ന് പറയുന്നു എനിക്ക് ഇതിനെ SIP തുടങ്ങണം, ഇത്ര കാര്യങ്ങൾ. അവർ ആദ്യം പറയാൻ പോകുന്ന എമൗണ്ടുകളൊക്കെ വളരെ കൂടുതലായിരിക്കും, സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട്. കാരണം ദേ വോണ്ട് ടു ഡു സംതിങ് സിഗ്നിഫിക്കൻറ്റ്. നമ്മളപ്പോൾ തന്നെ അവരുടെ ഒരു ചെറിയൊരു ക്യാഷ് ഫ്ലോ അനാലിസിസ് എടുത്തതിന് ശേഷം നമ്മളതിനെ ഭയങ്കരമായിട്ട് കുറച്ച് പറയും. അപ്പോൾ അതിൻ്റെ അത്രയും കുറയ്ക്കുന്നത്. കാരണം നമ്മൾ ദിസ് മണി ഈസ് വാട്ട് യു ഷുഡ് ഇഗ്നോർ. You should not even look into it for this next so many years, because you are doing this for a particular goal. എന്നിട്ട് ആ നമ്മുടെ കോമ്പൗണ്ടിങ് എഫക്റ്റ് ഇല്ലേ, സാധാരണ എപ്പോഴും ആ ഗോളിലേക്ക് മാപ്പ് ചെയ്യും. ഈ റിട്ടേണിലേക്ക് മാപ്പ് ചെയ്യുന്നതിന് പകരം ഗോളിലേക്ക് മാപ്പ് ചെയ്യും. ഈ റിട്ടേൺ എന്ന് പറഞ്ഞാൽ മാപ്പ് ചെയ്യുമ്പോഴാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. പെർസെൻറ്റേജ് ഇത്തിരി കുറയുമ്പോഴത്തേക്ക് ഇവർ പാനിക് ചെയ്യുന്നത്. ഈ ഡൗൺവേർഡ് വരുമ്പോൾ, സൈക്കിൾ വരുമ്പോൾ പാനിക്. മറ്റേന്ന് പറഞ്ഞാൽ ഐഡിയലി ബെനിഫിറ്റ് സിബിന് അറിയാവുന്നതല്ലേ. കാരണം ഇത് ഒരു സൈക്കിൾ അപ്പും ഡൗണും കിട്ടുന്ന സൈക്കിൾ വന്നാലേ അത് ബെനിഫിറ്റ് വരുള്ളൂ. കാരണം റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഇതൊരു അപ്സ് ആൻഡ് ഡൗൺസ് വരണം. ഈ ഡൗൺ സൈക്കിൾ വന്നാലേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ. മറ്റേത് അപ്പിലേക്ക് മാത്രം പോകുന്ന സൈക്കിളിൽ യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഒരു ഡൗൺ സൈക്കിളും കൂടെ വന്നിട്ട് കയറി പോകുമ്പോഴാണ് ഈ കോമ്പൗണ്ടിങ്ങിൻ്റെ ആക്ച്വൽ എഫക്റ്റ് വരാൻ പോകുന്നത്. അപ്പം അത് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ ചെയ്യുന്നത് സാധാരണ ഇവർ പറയുന്ന എമൗണ്ടിനെക്കാട്ടി കുറച്ചിട്ട് കൊടുക്കും ആ എക്സ്പീരിയൻസ് കിട്ടാൻ. അപ്പോൾ അവർ പിന്നെ അതിനെക്കുറിച്ച് വൺസ് ദേ ആർ ഗ്ലൂഡ് ഇൻ ടു ഇറ്റ്, ഇഫ് ദേ ആർ റണ്ണിങ് ദറ്റ് SIP ഫോർ 1 year, 2 year, 3 year, then we know that they have understood it. Then we can increase it. So it's a longish game. You have to play it like a long. Don't look at like kill the ഗൂസ് ഈവൻ ബിഫോർ ഇറ്റ് ഹാറ്റ്സ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ആദ്യം വരുന്ന ഒരു ക്ലയൻറ്റ് അപ്പം തന്നെ മാക്സിമം SIP ലോഡ് ചെയ്യുക, മാക്സിമം ഇത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് വർക്ക്, ഇറ്റ് വിൽ നോട്ട് വർക്ക്. അപ്പം അവർക്ക് അതിനുള്ള പേഷ്യൻസ് നമ്മളും കാണിക്കുക, അവരും അതിൽ ആ ഒരു എക്സ്പീരിയൻസ് കൂടെ പോകുമ്പോൾ. ആൻഡ് വി ഓൾവേസ് പ്രേ ദാറ്റ്, അവരോടും തന്നെ പറയും, ലെറ്റ്സ് പ്രേ ദാറ്റ് ദ മാർക്കറ്റ് കംസ് ഡൗൺ, സോ ദാറ്റ് മീൻസ് യു ഗെറ്റ് ദാറ്റ് കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് കൊടുക്കുമ്പോഴാണ് അവർക്കും അതിൻ്റെ അവരെ ഒന്ന് പ്രെപ്പ് ചെയ്യണം ഇതിലേക്ക്. യു ഷുഡ് പ്രെപ്പ് ദംസെൽഫ്. കാരണം ഈ സൈക്കിൾ നേരെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല എന്നുള്ളതും, ഇങ്ങനെ സൈക്കിളിലാണ് ബെനിഫിറ്റ് എന്നുള്ളതും ആ പ്രെപ്പ് ചെയ്യുമ്പോൾ they are comfortable. When it comes to your own personal finance, okay, is there any money mistakes you've done in the past and which അതിൽ നിന്നൊരു ലെസൺസ് ഉണ്ടായിട്ട് which you still follow now? Is there anything? ഓഫ് കോഴ്സ്. കാരണം ഞാൻ ആദ്യം തന്നെ പറയുന്ന ഓൺട്രപ്രണർ, എൻ്റെ പേഴ്സണൽ ബാലൻസ് ഷീറ്റ് ഞാൻ ഇപ്പോഴാണ് പേഴ്സണൽ ബാലൻസ് ഷീറ്റൊക്കെ എടുക്കാൻ തുടങ്ങിയത്. ബിക്കോസ് നമ്മളൊരു ഹസ്ലിംഗ് പീരീഡ് ആകുമ്പോൾ നമ്മൾ അത് ചിന്തിക്കില്ല. നമ്മളെപ്പോഴും വിൽ പുട്ട് ഓൾ ദ മണി ഇൻ ടു ദ ബിസിനസ് ഇറ്റ്സെൽഫ്, എവറി മണി ഇൻ ടു ബിസിനസ്. ഇനീഷ്യലി ഇറ്റ് ഹാസ് ടു ബി. കാരണം നമ്മളൊരു ഹസ്ലിംഗ് പീരീഡാണ്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ബാലൻസ് ഷീറ്റിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയത് തന്നെ ഒരു 3 കൊല്ലം 4 കൊല്ലം ആയിട്ടുള്ളൂ. അതുവരെ ഐ വാസ് ലുക്കിംഗ് ആഫ്റ്റർ ദ ബിസിനസ്. പക്ഷേ ആ സമയത്തും ഒരു കാര്യം ഞാൻ ചെയ്തു, പിള്ളേരുടെ പേരിൽ SIPs തുടങ്ങി. കാരണം പിള്ളേർ പേര് മീനിങ് എൻ്റെ പിള്ളേരുടെ നോമിനേഷനായിട്ട്. അപ്പം അത് തുടങ്ങാൻ കാരണം അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് SIP തുടങ്ങും. പിന്നെ എൻ്റെ റിസ്ക് കവർ എടുത്ത് വെച്ചു. ഇത് രണ്ടും ഞാൻ ആദ്യമേ ചെയ്തു വെച്ചത്. കാരണം ഞാൻ നാളെ ഇല്ലാണ്ടായ എൻ്റെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു കാര്യവും പിന്നെ പിള്ളേരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്തു. പേഴ്സണൽ ബാലൻസ് ഷീറ്റും പേഴ്സണൽ എക്വിറ്റിയുടെ കാര്യങ്ങളും പേഴ്സണൽ ഫിനാൻസിൻ്റെ കാര്യങ്ങളിലും കുറേ കൂടി സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 years ആയിട്ടുള്ളൂ. അങ്ങനെയാണ് ഒരു സൈഡിൽ. അപ്പോൾ അത് ഒരു മിസ്റ്റേക്കാണെന്ന് ചോദിച്ചാൽ വലിയ മിസ്റ്റേക്കാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആദ്യമേ എനിക്ക് ചെയ്യാമായിരുന്നു. വലിയ എമൗണ്ട് വേണ്ട, ഒരു ചെറിയ എമൗണ്ട് അതിന് വേണ്ടി നീക്കി വെച്ചിരുന്നെങ്കിൽ ഐ ഹവ് ലോസ്റ്റ് അറൗണ്ട് 15-20 years. Basically today I am at 46 years. Now I am grappling to, if I was at 28 years when I started the business, if I am doing this,
I would have gained so much, even if it is a small amount. So I have lost so much of that thread, you know. അതിൻ്റെ ഇടയിൽ നമ്മൾ ട്രേഡ് ഒക്കെ ചെയ്യുമായിരിക്കാം. ഈ ഇമ്പൾസീവ് ബൈങ് ഇല്ലേ, ചിലപ്പോൾ മാർക്കറ്റിലുള്ള ഇമ്പൾസീവ് എന്നല്ല, മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസിനനുസരിച്ചിട്ടുള്ള ബൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. എത്രയോ സ്റ്റോക്സ് വാങ്ങി ഞാൻ വിറ്റിട്ടുണ്ട്. വിറ്റത് എന്തിനാണ് വെക്കുന്നത്? കാരണം അപ്പോഴത്തേക്ക് ആ പൈസ വേറൊരു ബിസിനസ്സിന് വേണ്ടി വരും. അപ്പോൾ ഞാൻ പേഴ്സണൽ ഫിനാൻസിൽ ഇട്ടിരുന്നെങ്കിൽ ഞാൻ വിൽക്കില്ല. ഈ കോമ്പൗണ്ടിങ് എഫക്റ്റും മറ്റേ കാര്യങ്ങളും ഉണ്ടായ തന്നെ, മനസ്സിലായില്ലേ? അതേസമയം ക്ലയൻസിൻ്റെ സ്റ്റോക്കിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്വന്തം പൈസയിൽ നമ്മൾ വിറ്റിട്ട് അടുത്ത പൈസ ബിസിനസ്സിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മിസ്റ്റേക്കാണോ ചോദിച്ചാൽ മിസ്റ്റേക്കാണ്. മറ്റേത് എത്രയോ കമ്പനികൾ, മുത്തൂറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞ സാധനം ഞാൻ 75 രൂപയ്ക്ക് എടുത്താണ്, മനസ്സിലായി, 75 റുപ്പീസിന് എടുത്ത സ്റ്റോക്കാണ്. അത് ഒബ്വിയസ്ലി ഞാൻ കുറച്ചെങ്കിലും അത് 1200 വരെ ഹോൾഡ് ചെയ്തിരുന്നു. പക്ഷേ ബട്ട് സ്റ്റിൽ ഐ കുഡ് ഹാവ് ഹോൾഡ് ഓൺ മൈ ഓൾഡ് പോർട്ട്ഫോളിയോ ഫോർ ദാറ്റ് ടൈം ബിക്കോസ് ഇറ്റ് വാസ് എ സ്മോൾ മണി. Similarly, how many stories we did? Because I strongly believed in that story. And 2008 തുടങ്ങിയ സ്റ്റോറിയാണത്, മനസ്സിലായില്ലേ? അങ്ങനത്തെ എത്രയോ സ്റ്റോറീസ് നമ്മുടെ ഇത് പോയിട്ടുണ്ട്. ഐ ഗിവൺ ബിക്കോസ് ഓഫ് ആ പൈസ ആ സമയത്ത് വേറെ ബിസിനസ്സിന് ആവശ്യം വരും. അപ്പോൾ നമ്മളത് വിഡ്രോ ചെയ്തിട്ട് ഉടനെ, അതേസമയം ബിസിനസ്സിനെ സെപ്പറേറ്റ് ആയിട്ടും ഇതിനെ സെപ്പറേറ്റ് ആയിട്ടും വെച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. അപ്പം ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. സാഡ്ലി നമ്മൾ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷനോട് പറയുമ്പോഴും ഐ തിങ്ക് ദേ ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് ദാറ്റ് സീരിയസ്ലി അറ്റ് ദാറ്റ് ഏജ്. അറൗണ്ട് ഒരു early 30s അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം മനസ്സിലാവാറില്ല. അതേസമയം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പിള്ളേരുടെ വിലയായിരുന്നു തുടത്തില്ല. പിള്ളേരുണ്ടായപ്പോൾ പിള്ളേർക്ക് എനിക്ക് എൻ്റെ മൂത്ത മോൻ 20 years, രണ്ടാമത്തെ ആൾ 15, മൂന്നാമത്തെ ആൾ 10 years, 20, 15 and 10. അപ്പം അവരുടെ ഒരു ഏജിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ അവരുടെ എല്ലാം SIPs തുടങ്ങിയത് കൊണ്ട് അവരെ ഞാൻ തുടത്തില്ല. എന്ത് സംഭവിച്ചാലും, കാരണം എൻ്റെ ഒരു ഇമോഷണൽ സാധനം അവിടെ കണക്റ്റഡ് ഉണ്ട്. ഐ വിൽ നോട്ട് ടച്ച് ഇറ്റ്. അതുപോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ അവരുടെ പേരിൽ തന്നെ ഇപ്പോൾ മൈനർ അക്കൗണ്ട് എല്ലാ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തുടങ്ങി കൊടുക്കുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 10-15 വയസ്സിലൊക്കെ തുടങ്ങി കൊടുക്കുകയാണെങ്കിൽ ബൈ ദ ടൈം ദേ സ്റ്റാർട്ട് ചെയ്യണി ഈവൻ ചെറിയ എമൗണ്ട് ആണ്, 1000 അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരത് ചെയ്യുന്നുണ്ട്, അത് അങ്ങനെയിലേക്ക് പോകും, ഓട്ടോമാറ്റിക് അതിലേക്ക് പോകും. വാട്ട് ദേ ക്യാൻ സീ ഒരു 10 yearsൻ്റെ കോമ്പൗണ്ടിങ് അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ദെൻ അവർക്ക് അതിന് ബിൽഡ് ഓൺ ചെയ്യേണ്ട ഒരു എക്സ്ട്രാ മോട്ടിവേഷനും കിട്ടും. ദേ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മോർ ഹൗ ഇറ്റ് വർക്ക് ലാസ്റ്റ് 10 years. നമ്മളിപ്പോൾ ഈ ഗോൾഡിൻ്റെ സ്റ്റോറി പറയുമ്പോഴും നമ്മളെല്ലാം ഇതൊരു ലോങ്ങിഷ് ഗെയിം ആണെന്ന് മനസ്സിലാക്കിയിട്ട്, ഗോൾഡ് രാവിലെ ഉണ്ടായതല്ലോ. ഈ ഗോൾഡിൻ്റെ സേവിങ് എത്രയോ സെഞ്ചുറീസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ എഫക്റ്റ് അല്ലേ നമുക്കിപ്പം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സേവിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യത്ത് ഒരു 30 കൊല്ലമായിട്ടുള്ളൂ. അതെ, ഇറ്റ്സ് ടു ഏർലി for us to even say that we are not doing എന്ന് പറയുന്നത്. ഇറ്റ്സ് ടു ഏർലി, വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ്. നമ്മളിതെല്ലാം ഫസ്റ്റ് ജനറേഷനാണ്. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമ്മുടെ കാലയളവിൽ സത്യസന്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അത് ഇവോൾവ് ചെയ്ത് അങ്ങ് വന്നോളൂ. ഞാനെന്നാലും വായിച്ചത് ഓർക്കുകയാണ്, നമ്മുടെ മോഡേൺ മെഡിസിൻ നിലവിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 200 yearsൻ്റെ ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ ഒരു 50-60 വർഷം മുമ്പ് നമ്മുടെയൊക്കെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഒരു യൂഷ്വൽ അല്ല ഒരു ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് അന്നില്ല. ഇത് ഈവൻ ആഫ്റ്റർ 100 years ഓഫ് മോഡേൺ മെഡിസിൻ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വി ആർ മെച്ചുറിങ് ഫാസ്റ്റർ ബിക്കോസ് ഓഫ് ടെക്നോളജി, ബിക്കോസ് ഓഫ് അവയർനെസ്. ഇത് വരുന്നതുകൊണ്ടാണ്. സോ ഐ എം നോട്ട്, ഞാൻ ഐ എം സ്റ്റിൽ ഫീൽ വെരി ഹോപ്പ്ഫുൾ ദാറ്റ് വി ക്യാൻ, നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ നമ്മൾ ഫാസ്റ്റർ ആവും ചെയ്തിട്ട്. ഓൺലി തിങ് ഇസ് വി ജസ്റ്റ് ഹോപ്പ് ദാറ്റ് വി ഡോണ്ട് ഹാവ് നെഗറ്റീവ് ഹ്യൂജ് എപ്പിസോഡ്സ് ലൈക്ക് അർഷദ് മേത്ത ഓർ കേതൻ പരേഖ്. കാരണം ഇങ്ങനത്തെ ഒരു ഈ മാർക്കറ്റിൻ്റെ കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും വരാണ്ടിരുന്നാൽ മതി. കാരണം റെഗുലേറ്ററി എൻവയൺമെൻറ്റ് സ്ട്രോങ്ങർ ആയിട്ട് ഇരുന്നുകൊണ്ടിരുന്നാൽ I think people will feel more safer and we are more blessed. We are more blessed today. Proactive regulator. We are more blessed today. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ അദ്ദേഹമൊക്കെ ഇതൊക്കെ കണ്ട ആൾക്കാരല്ലേ. അപ്പം അതിൻ്റെ അകത്ത് മാറി വന്ന ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ആൾക്കാർക്ക് അത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ റീസെൻ്റായിട്ട് കണ്ടാണ് നമ്മൾ സത്യം എപ്പിസോഡ് കണ്ടത്, മനസ്സിലായില്ല. പക്ഷെ എന്നാൽ തന്നെ വി ആർ സ്റ്റിൽ സേഫ്. ഓൺലി തിങ് വി ഹാവ് ടു, ഈ വേൾഡ് ഓർഡർ ഈസ് അറ്റ് റിസ്ക് ടുഡേ ബിക്കോസ് ഓഫ് US dollar ഡോമിനേഷൻസിന്റെ പ്രോബ്ലങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. വേൾഡ് ഓർഡർ ഈച്ച് ആൻഡ് എവറി കൺട്രി ട്രൈങ് ടു പ്രൊട്ടക്ട് ദെയർ എക്കോണമി. നേരത്തെ ഗ്ലോബലൈസേഷൻ ഒരു കാലം പ്രീവിയസ് ഡെക്കേഡെങ്കിൽ ഇപ്പോൾ അതിന്റെ ഒരു റിവേഴ്സൽ പോലെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു റിസ്ക് നമ്മൾ പാൻ ഔട്ട് ചെയ്യേണ്ടി വരും.
അതുപോലെ സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് മണി മാനേജ്മെൻറ്റ് ഫോർ ഓൺടർപ്രണേഴ്സ്, ഒരുപാട് ഓൺടർപ്രണേഴ്സ് ഫീൽ ചെയ്യാറുണ്ട്, എസ്പെഷ്യലി നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു സാലറിഡ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫോർ ബിസിനസ് ഓണേഴ്സ്, അല്ലെങ്കിൽ അവർ അവരുടെ റിട്ടയർമെൻറ്റ് അത്ര സീരിയസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ബിസിനസ് ആണല്ലോ, ദർ ഇസ് നോ റിട്ടയർമെൻറ്റ് ഫോർ അസ്. ഈ ഒരു തോട്ട് പ്രോസസ്സാണ് പലപ്പോഴും അവരെ ഗൈഡ് ചെയ്യാറുള്ളത്. പക്ഷേ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഓൺടർപ്രണേഴ്സിൻ്റെയാണ് ഇൻകം എപ്പോഴും അൺഈവൻ ആയിട്ടുള്ളത്. ഒരു സാലറിഡ് എംപ്ലോയീസിനെ പോലെ പ്രെഡിക്റ്റബിലിറ്റി ഉള്ള ക്യാഷ് ഫ്ലോ അല്ല അവരുടെ. അപ്പോൾ ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ കൂടുതൽ പ്ലാനിങ്ങും പ്രിപ്പയർനെസ്സും വേണ്ടത് ഓൺടർപ്രണേഴ്സിൻ്റെ സൈഡിലല്ലേ? 100%. രണ്ടാമത്തെ മിത്താണ് ഐ ഡോണ്ട് റിട്ടയർ. അവരെല്ലാവരും ചിന്തിക്കും ഞാൻ റിട്ടയർ ചെയ്യില്ല, എൻ്റെ ബിസിനസ്സുണ്ട്, ഞാനത് നടക്കും. ആ ഒരു മിത്ത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത് അവർ മനസ്സിലാക്കണം. കാരണം എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും ഒരു ലൈഫ് സ്പാൻ ഉണ്ടെന്നുള്ളതും എല്ലാവർക്കും അവരുടേതായ കേപ്പബിലിറ്റീസിൻ്റെയും ഒരു സ്പാൻ ഉണ്ടെന്നുള്ളതും അറിയണം. ആ റിയലൈസേഷൻ വന്നിട്ട് ആ ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻസും ഈ എല്ലാ കാര്യങ്ങളും അറിയണ്ടേ. അങ്ങനെ വരുമ്പോഴേ അതിനെക്കുറിച്ചുള്ളൊരു ചിന്ത എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മിത്ത് ബ്രേക്ക് ചെയ്യണം. മനസ്സിലായി? നേരത്തെ നമ്മൾ പേഴ്സണൽ ബാലൻസ് ഷീറ്റും ബിസിനസ് ബാലൻസ് ഷീറ്റും ഒരുമിച്ചാക്കുന്നുള്ള മിത്ത് പറയുന്ന പോലെ തന്നെ ഇത് ഐ ഡോണ്ട് റിട്ടയർ എന്ന് പറയുന്ന മിത്ത് ആൾക്കാർ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ ഓപ്പണായി വരാൻ പോകുന്നത്. അപ്പോൾ ഓപ്പണായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സിബിൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള നമുക്ക് ഏർണിങ്സ് വോളറ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് ഓൺടർപ്രണേഴ്സ്. അപ്പം അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കുക. എപ്പോഴും അതിലേക്ക് പോകാറുള്ളത് എപ്പോഴും സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നത്, അവരുടെ ഈ പറഞ്ഞ നേരത്തെ നമ്മുടെ ഏറ്റവും കൂടുതൽ സേവിങ് ഉള്ളത് ഇല്ലിക്വിഡ് അസറ്റ്സിലേക്കാണ്. നേരെ പോയി വീട് അല്ലെങ്കിൽ അവരുടെ റിയൽ എസ്റ്റേറ്റ് അസറ്റ്സിലേക്കാണ് ആദ്യം പോയി നോക്കുക. എനിക്ക് അതുണ്ടല്ലോ. നമ്മുടെ റിച്ച് ഡാഡ് പുവർ ഡാഡിലെ ക്ലാസിക് എക്സാമ്പിൾ അതാണ്. കാരണം പുവർ ഡാഡിൻ്റെ ചിന്ത എന്താണ്, ഐ മേഡ് എ ഹൗസ്. That house is an emotional asset. It's not a financial asset. You understood? That is not the reality for savings. So these are the mistakes. Even today, people are making the same mistakes, even after understanding a lot more. ഈവൻ ഫിനാൻഷ്യൽ പ്ലാനേഴ്സിൻ്റെ ഒരു ഫിനാൻഷ്യൽ അസസ്മെൻറ്റിലൊക്കെ വരുമ്പോൾ ദേ ഡോണ്ട് ഈവൻ കൺസിഡർ ഹൗസ് ആസ് പാർട്ട് ഓഫ് യുവർ നെറ്റ്വർത്ത്. കാരണം നമ്മളെപ്പോഴും ഈ എസ്പെഷ്യലി നമ്മളത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വി ആർ യൂസിങ് ഇറ്റ് അല്ലേ. അപ്പോൾ അതിനൊരു അസറ്റായിട്ട് കാണുന്ന അവിടെ നിന്ന് തൊട്ടേ നമ്മുടെ മിസ്റ്റേക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇതിനറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പം നമ്മളെപ്പോഴും ഐ വാസ് എ ബ്രോക്കർ earlier. I was a broker till 1920. ഹെഡ്ജ് എക്വിറ്റീസ് എന്ന് പറഞ്ഞ ബ്രോക്കിംഗ് ഹൗസ് ആയിരുന്നു. അപ്പം ഞാൻ ആ ബ്രോക്കിംഗ് ഹൗസ് തുടങ്ങുന്ന സമയത്തും ഞാനൊരു ഇൻവെസ്റ്ററായിട്ടാണ് കമ്പനിയിൽ വന്നത് ഏറ്റവും മേജർ ഇൻവെസ്റ്ററായിട്ട് വന്നപ്പോഴും ഐ വാസ് എ ക്ലയൻറ്റ് ഓൾവേസ്. അപ്പോൾ അന്നും നമ്മൾ എടുത്തിരുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രോക്കിംഗ് അല്ല ചെയ്യേണ്ടത്, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും നമ്മുടെ റവന്യൂ എവിടുന്ന വരുന്ന ട്രേഡിലാണ്, ബൈ ആൻഡ് സെല്ലിലാണ്. അപ്പോൾ നമ്മൾ ബൈ ഡിഫോൾട്ട് ക്ലയൻറ്റിന് ഒരു 5% 10% കയറുമ്പോഴത്തേക്ക് നമ്മൾ ട്രേഡ് ചെയ്യാൻ പ്രോംപ്റ്റ് ചെയ്യും, അറിഞ്ഞോ അറിയാണ്ടോ, ബിക്കോസ് ഓഫ് റവന്യൂ പ്രഷർ. നമ്മൾ ഇന്നും പറയുമ്പോൾ എപ്പോഴും പറയുന്ന ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന ആളില്ലേ, ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളും നമ്മൾ ആ രീതിയിൽ ലോങ്ങിഷായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. കാരണം നമ്മുടെ ഇൻസെൻറ്റീവ് സ്ട്രക്ചേഴ്സും നമ്മുടെ റവന്യൂ സ്ട്രീമും ഇതിലേക്ക് സ്ക്യൂഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളും ഈ ഷോർട്ട് ടേം മണി നമുക്ക് വേണ്ടേ, നമുക്കും ജീവിക്കാൻ പൈസ വേണ്ടേ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യാൻ വേണ്ടി പൈസ വേണ്ടേ. അപ്പം അതിന് തക്കതായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് നമുക്കും ഉണ്ടാവണം. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണത്, മനസ്സിലായില്ലേ? അല്ലാണ്ട് എപ്പോഴും ക്ലയൻസിനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഐ തിങ്ക് ദ അതർ സൈഡ് ഓഫ് ദ ടേബിൾ. സോ വെയർ വി ourselves ഷുഡ് ചേഞ്ച്, ആൻഡ് അത് ഏറ്റവും വലിയ ചേഞ്ച് വരേണ്ട ആൾക്കാരാണ് ബാങ്കിങ് ഫ്രട്ടേണിറ്റി. നമ്മൾ പറയുന്ന വെൽത്ത് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ എത്ര പേരുണ്ട് വെൽത്ത് ചെയ്യുന്ന സോ കോൾഡ്? ഇവരെല്ലാവരും ഇപ്പോഴും ലുക്ക് ചെയ്യുന്ന ആരും ബാങ്കിങ് ഫ്രട്ടേണിറ്റിക്ക് ഇതിനെക്കുറിച്ച് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചോ ഒരു ക്യാഷ് ഫ്ലോ അസസ്മെൻറ്റിനെ കുറിച്ചോ പ്രോഡക്ട്സിനെ കുറിച്ച് പറയാനോ വേണ്ട സിമ്പിൾ ലിക്വിഡ് ഫണ്ടിനെ കുറിച്ച് പറയാനോ പറ്റുന്ന എത്ര പേരുണ്ട്? ഞാനിവിടെ ഒരു നമ്മുടെ ഇവിടുത്തെ ഇൻറ്റേൺ സ്റ്റുഡൻസിനെ കൊണ്ട് ഞാനൊരു ചുമ്മാ ഒരു പ്രോജക്റ്റ് കൊടുത്തായിരുന്നു. ഇവിടുത്തെ ലോക്കൽ ബാങ്ക്സിൻ്റെ എല്ലായിടത്തും കയറിയിട്ട് ലിക്വിഡ് ഫണ്ടിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി. ഇവർ 10 ബാങ്കിൽ എന്തോ കയറി, ഒറ്റ ആൾക്കും അറിഞ്ഞൂടാ. ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഇൻക്ലൂഡിങ് പോസ്റ്ററുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബാങ്കിൻ്റെ ഉള്ളിൽ കയറി അവിടുത്തെ ഒരു റിലേഷൻഷിപ്പ് മാനേജറിനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ലിക്വിഡ് ഫണ്ട് സാർ ആ പോസ്റ്ററിൽ ഇതുണ്ട്, ഇത്ര ഇട്ടുണ്ട്, അപ്പോൾ അതെന്താ ചെയ്യുക, അവിടെ വരെ അറിയുന്ന ഒരാളുണ്ട്. അടുത്ത ചോദിക്കുകയാണ്
ഇതെങ്ങനെയാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അത് ഞാൻ കണക്ട് ചെയ്ത് തരാം. മനസ്സിലായല്ലേ? സോ അൺലെസ് അതർവൈസ് വി ചേഞ്ച് ദ ഹോൾ ഫ്രട്ടേണിറ്റി ചേഞ്ച് ചെയ്യാണ്ട് ഇത് ചേഞ്ച് ആവില്ല. നമ്മളിത് ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഇപ്പോഴും പറയേണ്ടത് ഈ ബാങ്കിങ് വന്നത് കേരളത്തിലാണ് ആദ്യം വന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. കാരണം അഭ്യസ്തവിദ്യരായതുകൊണ്ട് നമ്മൾ 40 വർഷം മുമ്പ് ഏറ്റവും കൂടുതൽ ബാങ്കേഴ്സ് ഉണ്ടായത് കേരളത്തിൽ നിന്നാണ്. ഇന്ത്യ മുഴുവൻ ബാങ്കേഴ്സ് ഉണ്ടായത് കേരളത്തിൽ നിന്നാണ്. കാരണം എന്താ, ബാങ്കിങ് ഫ്രട്ടേണിറ്റിയുടെ ആ ട്രസ്റ്റും കാര്യങ്ങളും ബിൽഡ് ചെയ്തു. അപ്പം ദിസ് ഇസ് ഹൈ ടൈം ദാറ്റ് വി നീഡ് ടു ഹാവ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ഇൻ കേരള, വേർ ഓൾ ദീസ് ബാങ്കിങ് ഫ്രട്ടേണിറ്റി ഷുഡ് ചേഞ്ച് ടു ബിക്കം ഫിനാൻഷ്യൽ പ്ലാനേഴ്സ്. പണ്ടത്തെ പോലത്തെ ഇവർക്ക് ബാങ്കിങ് ജോബ് എന്താ ഉള്ളത്? എല്ലാം ടെക്നോളജിയിൽ. എത്ര പേര് ബാങ്കിൽ പോകുന്നുണ്ട്? ഒരാൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് ഓൺലൈൻ നടക്കും, ആപ്പ് ത്രൂ നടക്കും, അല്ലെങ്കിൽ ATM ത്രൂ നടക്കും, എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ പിന്നെ ഒരു ബാങ്കിൽ പോകേണ്ട ആവശ്യം എന്താ? ബാങ്കിങ് RM ഷുഡ് ബി ക്വാളിഫൈഡ് ഇനഫ് ടു ബിക്കം എ ഫിനാൻഷ്യൽ പ്ലാനർ. ആൻഡ് ജസ്റ്റ് ഇമാജിൻ എ സിറ്റുവേഷൻ ഓൾ അവർ RMs ആർ ഫിനാൻഷ്യൽ പ്ലാനേഴ്സ്. ദ ഹോൾ തിങ് വിൽ ചേഞ്ച്. അൺഫോർച്ചുനേറ്റ്ലി അവരൊരു വേറൊരു ഡയമെൻഷനിലാണ് അവർ പോകുന്നത്. കുറേ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുക, അപ്പോൾ കാസ ഡെപ്പോസിറ്റ്, ഇവരുടെ ടാർഗറ്റ്സേ ഡിഫറെൻ്റ് ആണ്. പിന്നെ കുറേ ഇൻഷുറൻസ് പുഷ് ചെയ്യുന്നു. ഇൻഷുറൻസ് ഇസ് നോട്ട് ആസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ പ്ലാൻ അല്ല, അങ്ങ് പുഷ് ചെയ്യുക. ഇത് ഈ ഫ്രട്ടേണിറ്റി മാറാണ്ട് നമ്മളിത് ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്ക് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ദേ ഷുഡ് ബി അവെയർ ഓഫ് with whom they are taking a exactly they should understand that. See, it is very simple. ഒരു മനസ്സിലാക്കാൻ വെരി സിമ്പിളാണ്. നമ്മളൊരു അസുഖം വന്നു, നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു മരുന്ന് ചോദിക്കുന്നതാണ് പ്രോഡക്റ്റ് സെല്ലേഴ്സ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ അടുത്ത് സൊല്യൂഷൻ കൺസൾട്ട് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ്. ടു ഡിഫറെൻറ്റ്. ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണയുണ്ടെങ്കിൽ ആൾക്കാർക്ക് മാറും. അതിന് ഞാൻ പറയുന്നത് അത്രയും വേണ്ട ഡോക്ടേഴ്സും വേണം. അവർക്ക് അതിനെക്കുറിച്ച് അറിവ് വേണ്ടേ? ഇതിപ്പോൾ പോകുമ്പോൾ കൊട്ടുമ്പോൾ ഡോക്ടർ ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ എല്ലാവരും പ്രൊഡക്റ്റ് സെല്ലേഴ്സ് അല്ലേ? ഒരാൾ വരുമ്പോൾ ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ട് പുഷ് ചെയ്യാം. ആ സൈഡിൽ വലിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ട് നമ്മളിത് എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അതുകൊണ്ട് എന്താ ഇപ്പം നമ്മൾ കണ്ട ഈ പ്രൊഫിലറേഷൻ ഈ കംപ്ലീറ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഭയങ്കരമായ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ എല്ലാം ആ ടെക്നോളജിയുടെ ഭൂമിയിൽ പെട്ടെന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, 2 സാധനം വാങ്ങിക്കുന്നു എന്നുള്ള ഇമ്പൾസീവ് ബൈയിങ്ങിൻ്റെ ഭാഗമാണ്. വെദർ ഇറ്റ് ഈസ് പേഴ്സണൽ ഫിനാൻസിലായിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസിലായിക്കോട്ടെ, എല്ലാം ഇമ്പൾസിൻ്റെ ഭാഗ്യമായിട്ടാണ്. അല്ലാണ്ട് ഇതിനെക്കുറിച്ച് വെൽ തോട്ട് ഔട്ട് പ്രോസസ്സായിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടല്ലേ 90% ആൾക്കാർ ലൂസ് ചെയ്യുന്നിരിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നിരിക്കുന്നത് എന്താണ്? ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യും. എന്താണ് ഈ ഓപ്ഷൻ ട്രേഡ് എന്ന് പോലും അറിയത്തില്ല. 91% ആൾക്കാരാണ് പൈസ ലൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ പൈസയല്ല, 1.5 ലക്ഷം കോടിയാണ്. അത്രയും ലൂസ് ചെയ്ത് കഴിയുമ്പോൾ സെബി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. യു അണ്ടർസ്റ്റുഡ്? ഗെയിമാണ് കളിക്കുന്നത്. ദേ ആർ ഓൾ പ്ലേയിങ് എ ഗെയിം. ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ദ ഫിനാൻഷ്യൽ സേവിങ്സ്. പലപ്പോഴും പല ആൾക്കാർ പോയി കൺസൾട്ട് ചെയ്യുന്നതും ഈ പറയുന്ന ട്രേഡേഴ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ആ ട്രേഡിംഗ് പഠിക്കാനാണ്, ഫിനാൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് പഠിക്കാൻ പോകുന്ന പോലെയാണ് ആൾക്കാർ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഈ ക്വിക്ക് ഗെയിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. എല്ലാവരും ക്വിക്ക് ഗെയിനിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ നോ വൺ ഇസ് ലുക്കിംഗ് അറ്റ് ഇന്നത്തേക്ക് ജീവിക്കുക, ക്വിക്ക് ഗെയിൻ വേണ്ടിയിട്ടുള്ള ഡേ ട്രേഡിങ്, അല്ലെങ്കിൽ ഇന്നത്തെ പൈസ ഉണ്ടാക്കുക, ഇന്നത്തെ ലോസ് ഉണ്ടാക്കുക എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എല്ലാവരും പോകും. അതിനൊരു പ്രോപ്പർ ഫിനാൻഷ്യൽ പ്ലാനും അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് അപ്രോച്ചായിട്ട് കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ നേരെ മറിച്ച് അങ്ങനെ കാണുന്നവർ ഭയങ്കര സക്സസ്ഫുൾ ആവും. അതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ ഡിസിഷൻ, എ പേഴ്സൺ ടേക്കിംഗ് എ. സോ ഹിയർ വി ക്ലാസിഫൈ പീപ്പിൾ ബേസ്ഡ് ഓൺ വെൽത്ത് മാനേജ്മെൻറ്റ് ക്ലയൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബേസ്ഡ് ഓൺ their understanding of the what disciplined investment understanding ആണ്, rather than the AUM itself. You understood? അപ്പം ഞാൻ എപ്പോഴും കോട്ട് ചെയ്യാറുള്ള എക്സാമ്പിൾ, എൻ്റെ ടീമിൻ്റെ ഇടയിൽ കോട്ട് ചെയ്യാറുള്ള എക്സാമ്പിളാണ് എൻ്റെ ഹൗസ് ഹോൾഡ് ഹെൽപ്പ്. ലൈക്ക് ഹീസ് ബീൻ വിത്ത് മീ ഫോർ ലാസ്റ്റ് 20 years. So after his marriage, first obviously they will take care of their own ഫുഡ് ഷെൽട്ടർ ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാരേജൊക്കെ കഴിഞ്ഞ് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ മൂത്ത മോക്കും ഇതേപോലെ 10 വയസ്സായി, 10 years. ആ സമയത്താണ് ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോർ എ SIP-ലേക്ക്. സോ ഐ ടോൾഡ് പുട്ട് ദിസ് മണി, ദിസ് ഇസ് അഡീഷണൽ എമൗണ്ട് ഓഫ് ഫ്രം വാട്ട് എവർ സാലറി ഐ എം ഗിവിങ്, ദിസ് മണി ഡോണ്ട് ടച്ച് ഇറ്റ്, ദിസ് ഇസ് ഫോർ ദ കിഡ്സ് education for future.
വെൻ കുട്ടി ഉണ്ടായപ്പോൾ കൊടുത്തു. അപ്പോൾ അത് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ചെറിയ എമൗണ്ടാണ്, 2000 or 4000, ചെറിയ 2000 rupees per അത്രേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പം ഹീ ഹിംസെൽഫ് ഇസ് ഡൂയിങ്, പിന്നെ രണ്ടാമത്തെ കുട്ടിയുണ്ടായി, ഹിംസെൽഫ് ഇസ് ഡൂയിങ് അറൗണ്ട് 15 or 20,000 SIP. പിള്ളേർ രണ്ടുപേരുടെയും പേര് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് സ്മാർട്ട് ഇനഫ് ടു ഡു, ഹീസ് പുട്ട് ഇൻ മണി ഇൻ, അതായത് NCDയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, അവിടെ ഗോൾഡ് ഉണ്ടായിരുന്നു, ഗോൾഡ് പോയി പ്ലഡ്ജ് ചെയ്തിട്ട് ഈ 4% കിട്ടുമല്ലോ, ഈ മറ്റേ അത് എടുത്തിട്ട് ആ പൈസ എടുത്തിട്ട് NCDയിൽ ഇട്ടു, മുത്തൂറ്റിൻ്റെ NCDയിൽ. യു വിൽ ഗെറ്റ് 10%, 11%. സോ ആ ആർബിട്രാജ് ഇല്ലേ, അത് ആലോചിക്കുന്നു. പിന്നെ അങ്ങനെ പല പല രീതിയിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൈൻഡ് സെറ്റ് ഷിഫ്റ്റഡ്. ആരെയും പറയണേ, ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ഒരാളല്ലേ. അപ്പം ഒരു ഡിസിഷൻ എടുത്ത് ഒരു എക്സ്പീരിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ മാറും. ഇറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച്. അപ്പം ഡെഫിനറ്റ്ലി ഹീ ഈസ് എ വെൽത്ത് ക്ലയൻറ്റ്. ഹൗ ക്യാൻ യു സേ ദാറ്റ് ഹീ ഈസ് എ വെൽത്ത് ക്ലയൻറ്റ്? ഐ തിങ്ക് ഹി ഹാസ് എ പോർട്ട്ഫോളിയോ മോർ ദാൻ 25 lakhs. ഏത് ഫിനാൻഷ്യൽ സേവിങ്സാണ് പറയണത്? ഈ സൈക്കോളജി ഓഫ് മണിയിലെ മോർഗൻ ഹസൽ പറയുന്ന പോലെ യുവർ ഇൻ്റലിജൻസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ ഡിസിപ്ലിൻ, ഹാസ് മോർ ടു ഡു വിത്ത് ഇറ്റ്സ് എ ഇമോഷണൽ ക്വസ്റ്റ്യൻ. ഇന്ന് റോബർട്ട് കിയോസാക്കിയുടെ ഒരു ഇതിൻ്റെ അകത്ത് സെയിമാണ് പറഞ്ഞത്. ഇറ്റ്സ് EQ, നോട്ട് ദാൻ ദ IQ. It's like you have to connect. You have to connect. End of the day, it's have to connect. So we strongly feel that wealth management is not based on AUM. It should be based on the people's perspective and understanding on that, on what they want to become. ആ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടില്ലേ, അതാണ് അണ്ടർസ്റ്റാൻഡിങ് എടുക്കുന്നവർ വെൽത്ത് ക്ലയൻ്റ് ആയി. പലപ്പോഴും ഈ ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കുന്നതാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിന് വിട്ട് പഴയ ഒരു കോൺസെപ്റ്റ് ആയിരുന്നല്ലോ. പിന്നെ നമ്മൾ ഓഫീസിൽ പോകാതിരിക്കുക, വീട്ടിൽ മാത്രം ഇരിക്കുക. പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് യു ആർ നോ മോർ മോട്ടിവേറ്റഡ് അബൌട്ട് മണി. സ്റ്റിൽ യു ക്യാൻ കണ്ടിന്യൂ ഡു വാട്ട് എവർ യു ഡൂയിങ്. അല്ലെങ്കിൽ പിന്നെ ആ ഒരു പാഷനെ ഫോളോ, ചിലർക്ക് പാഷനെ ഫോളോ ചെയ്യാനാകും, ചിലർക്ക് ട്രാവലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വർക്ക് ലൈഫിൽ പെട്ടുകൊണ്ട് നമുക്ക് മാറ്റി വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പെർസ്യൂ ചെയ്യാനുള്ള ഒരു ടൈമായിട്ട് തന്നെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ കുറച്ചും കൂടെ അട്രാക്റ്റീവാണ്, കുറച്ചും കൂടെ നമുക്ക് അതിനെ പെർസ്യൂ ചെയ്യാൻ തോന്നും. ആ ഒരു എടുക്കുന്ന ഒരു ഡിസിഷൻ വർത്ത് മാറ്റാൻ സാധിക്കും. പറ്റും. ഇത് അഗെയിൻ കമ്മിങ് ബാക്ക് ടു സെയിം തിങ്, ഇത് ഒരു വിഷ്വലൈസേഷൻ ആണല്ലോ. ഒരു വിഷ്വലൈസേഷൻ, ഇപ്പം നമുക്ക് എപ്പോഴും ബിസിനസ്സിനെ കുറിച്ചും നമ്മുടെ ലൈഫിൻ്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചുള്ളൊരു വിഷ്വലൈസേഷൻ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇന്ന സമയമാകുമ്പോൾ എനിക്ക് ഇവിടെ എത്തണം, ഇത്ര പ്രായമാകുമ്പോൾ ഇവിടെ എത്തണം, ഇത്ര ആകുമ്പോൾ എത്തണം. അപ്പോൾ അതേ സെയിം വിഷ്വലൈസേഷൻ ഫിനാൻഷ്യൽ സേവിങ്സിലുണ്ടായാൽ മതി. സേവിങ്സിലും ഉണ്ടായി. അതിലേക്ക് ഇപ്പം എല്ലാവരും അതിനെ ടാഗ് ചെയ്യുന്നത് ഈ നമ്മളെന്താ പറയുക, ഇപ്പം ഒരു പ്രൊഫഷണലാണെങ്കിൽ ടാഗ് ചെയ്യുന്നത് ജോലിയുടെ രീതിയിലാണ് പറയണത്. ജോലിയുടെ ഇൻകം, എൻ്റെ ഇൻകം പ്രൈമറി ഇൻകം ഇല്ലേ, അതായത് സാലറി ഇൻകം എനിക്ക് ഇത്ര എത്തണം എന്നുള്ള രീതിയിൽ അവർ മറ്റേത് ചിന്തിക്കുന്നില്ല. മറ്റേതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. മറ്റേത് അതിനെക്കാട്ടി ഡ്രോ ചെയ്യുന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അതേപോലെ ഒരു ബിസിനസ് ഓണറാണ് ചിന്തിക്കുന്നത്, ഞാൻ ഈ ഇന്ന കമ്പനി ഇത്ര പ്രോഫിറ്റ് എത്തണം, എൻ്റെ കമ്പനി ഇത്ര പ്രോഫിറ്റ് എത്തണം, ഇത്ര എത്തണം എന്ന്. പക്ഷേ എന്തുകൊണ്ടും മറ്റേതും കൊണ്ട് ചിന്തിച്ചുകൂടാ? അങ്ങനെയാണല്ലോ ചേഞ്ച്. ആ വിഷ്വലൈസേഷൻ കൂടെ ഉണ്ടെങ്കിൽ ഗെയിം മാറും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഓഫ് ക്ലയൻറ്റ് ടുഡേ is in financial savings or investments have become more profitable than his own business. That earnings from that business has become more profitable than his own business, entire business profit. And today he is retired and he is managing that money. He is trying to get that 1% additional from that. That itself is huge. Simple as that. So it was nice interacting with you. I think the audience will get a lot of insight about through this podcast. So thank you, Alex, sir, for coming and sharing your wisdom with all our audience, and thank you. Thank you, Subin, and all the best to Wealth Metrics. And it's nice to see that people are doing this podcast and sharing knowledge in whatever possible manner from our side. Thank you.